മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. അപ്പോൾ ഇന്ന് ഗുരുവിനെ കുറിച്ച് പഠിക്കണം. വ്യാഴം അല്ലെങ്കിൽ ജുപ്പിറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു പ്രധാനപ്പെട്ട ഗ്രഹം. അപ്പോൾ സൂര്യനും ചന്ദ്രനുമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നെങ്കിലും വ്യാഴത്തിനൊരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം ചിന്തിക്കുന്നത് വ്യാഴത്തിനെ കൊണ്ടാണ്. വ്യാഴം അനുകൂലിച്ചാൽ എല്ലാ ദേവനും അനുകൂലിച്ചു എന്നും വ്യാഴം അനുകൂലിച്ചില്ലെങ്കിൽ ഒരു ദേവനും അനുകൂലിച്ചില്ല എന്നും പറയും. പ്രശ്നത്തില് ഏറ്റവും നമ്മുടെ ഒരു പ്രശ്നത്തില് ആദ്യം ചിന്തിക്കുന്നത് ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്നാണ്. പ്രശ്നം ചിന്തിക്കുന്ന ഒരു തിയറി ഉണ്ട്, അതിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട്. ആദ്യം ഈശ്വരാനുഗ്രഹം, പിന്നെ പരദേവത, പിന്നെ നാഗർകോപം, അത് കഴിഞ്ഞ് വിവിധ ഇനത്തിലുള്ള ശാപങ്ങൾ, പിതൃശാപം, മാതൃശാപം, ഗുരുശാപം എക്സെട്ര, പിന്നെ കൈവിഷദോഷം, വാക്ദോഷം, പിന്നെ ആഭിചാരദോഷം, പ്രേതശല്യം, ഇതൊക്കെ പറയുമ്പോൾ ആദ്യം കൊടുക്കുന്നത് ഈശ്വരാനുഗ്രഹമാണ്. ഈശ്വരാനുഗ്രഹം കണ്ടുപിടിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, വ്യാഴം അനുകൂലിച്ചാൽ ഈശ്വരാനുഗ്രഹമുണ്ട്, വ്യാഴം അനുകൂലിച്ചില്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഇല്ല. വ്യാഴത്തിന് സർവേശ്വര കാരകത്വം, വേറെ ഒന്നും അറിയാനില്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാം. സർവേശ്വരാണാം ദിഷണേസ്തി നിത്യം സാന്നിധ്യം അസ്മാൽ ദിഷണേ അനുകൂലെ പ്രായോ അനുകൂല സകലാശ്ച ദേവ സ്ഥൽ പ്രതികൂലെ സതിന അനുകൂല എന്നാണ് പ്രമാണം. വ്യാഴം അനുകൂലിച്ചാൽ എല്ലാ ദേവനും അനുകൂലിച്ചിട്ടുണ്ടെന്നും വ്യാഴം അനുകൂലിച്ചില്ലെങ്കിൽ ഒരു ദേവനും അനുകൂലിച്ചിട്ടില്ല എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ 6, 8, 12, 3 ഇത്രയും ഭാവങ്ങളിൽ വ്യാഴം പോവരുത്. വ്യാഴം നമുക്ക് കിട്ടുന്ന രാശിയിൽ നിന്ന് എണ്ണുമ്പോൾ ഇപ്പം വ്യാഴം ഇടവത്തിലാണ് നിൽക്കുന്നത്. 3-ലോ 6, 8, 12-ലോ വ്യാഴം പോയാൽ ഈശ്വരാനുഗ്രഹം ഇല്ല. ജാതകത്തിലല്ല, ജാതകത്തിൽ നിന്നും നോക്കരുത്. ജാതകം പെർമനന്റ് ബോഡിയാണ്. അവിടെ ഇപ്പോൾ ഒരാൾക്ക് 3-ല് വ്യാഴം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഇല്ല എന്ന് വെച്ചാൽ ജീവിതകാലം പൂര ഈശ്വരാനുഗ്രഹം ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയൊക്കെ പറയാൻ പാടില്ല, അത് വേറെ വിഷയം. പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എന്നാണ് പ്രശ്നം വയ്ക്കുന്നു അന്നുള്ള ഗ്രഹനിലയാണ് എടുക്കാറുള്ളത്, ആ സമയത്തുള്ള ഗ്രഹനില. പ്രശ്നം താൽക്കാലികമാണ്. അപ്പോൾ ഈശ്വരാനുഗ്രഹത്തിന്റെ ഗ്രഹം, ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം കണ്ടുപിടിക്കുന്നത് വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി കൊണ്ടാണ്. ഈശ്വരാനുഗ്രഹം കണ്ടുപിടിക്കുന്നത് വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി കൊണ്ടാണ്. പ്രശ്നത്തിൽ വ്യാഴം 6, 8, 12, 3-ൽ പോയാൽ ഈശ്വരാനുഗ്രഹമില്ല. കാരണം വ്യാഴത്തിന് സർവേശ്വര കാരകത്വമാണ്. വ്യാഴം അനുകൂലിച്ചാൽ എല്ലാ ദേവനും അനുകൂലിച്ചുവെന്നും വ്യാഴം അനുകൂലിച്ചില്ലെങ്കിൽ ഒരു ദേവനും അനുകൂലിച്ചില്ല എന്നും പറയും. മനസ്സിലായോ? ഇനി പറയണോ? മനസ്സിലായോ? മതി. അടുത്ത ഗോചരാലും അങ്ങനെ തന്നെയല്ലേ നോക്കുന്നേ? വ്യാഴം എനിക്കിപ്പോ അഷ്ടമത്തിലാണ് വ്യാഴം. അത് ഗോചരാൽ നോക്കുന്നത് വേറെ, അതുമായിട്ട് ബന്ധമില്ല. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുക, അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നത് ലഗ്നത്തിന് നോക്കുന്നതാണ് ഏറ്റവും കറക്റ്റ്. ചന്ദ്രനെ നോക്കണ്ട. നിങ്ങൾ തുലാം രാശിയാണോ? ചന്ദ്രരാശി തുലാമാണ്. ലഗ്നത്തിന് നോക്കുന്നതാണ് കുറെ കൂടി കറക്റ്റ്.
ലഗ്നം ധനുവാണ്. എന്നാലും 6 പോവും. അവിടെ വരുമ്പോൾ ലഗ്നാധിപതി 6 പോയി എന്നുള്ള ഒരു എഫക്റ്റ് കൂടി വരും. ശരി, എന്നെ അടുത്ത് നോക്കാം. ഇനി നമ്മൾ കാലാത്മാ ദിനകൃത് മനസ്തുകിനകു സത്വം കുജോ വജോ ജീവേ ജ്ഞാനസുഖേ എന്ന് പറയും. കാലാത്മാ ദിനകൃത്, കാലത്തിന്റെ ആത്മസ്വരൂപനായ സൂര്യനെ കൊണ്ട്, ആ ആത്മസ്വരൂപൻ ദിനകൃത്, ദിനകൃത് വെച്ചാൽ പകലിനെ സൃഷ്ടിക്കുന്നവൻ അല്ലെങ്കിൽ കാലത്തിനെ സൃഷ്ടിക്കുന്നവനെ കൊണ്ട്, സൂര്യനെ കൊണ്ട് ആത്മബലം പറയണം. മനസ്തുകിനവും, സ്തുകിനവും തണുപ്പിനെ സൃഷ്ടിക്കുന്നവൻ ചന്ദ്രനെ കൊണ്ട് മനസ്സിനെ പറയണം. സത്വം കുജോ, കുജൻ, എന്ന് വെച്ചാൽ ഭൂമി, ഭൂമിജൻ, ഭൂമിപുത്രനെ കൊണ്ട് സത്വഗുണത്തിനെ ചിന്തിക്കണം. ബുധോ വിജ്ഞൻ, ബുദ്ധിയെ, ബുധനെ കൊണ്ട് ബുദ്ധിയെ ചിന്തിക്കണം. ജീവേ ജ്ഞാനസുഖേ, ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത് വ്യാഴത്തിന്, വ്യാഴത്തെ കൊണ്ട് ജ്ഞാനത്തെയും സുഖത്തെയും ചിന്തിക്കണം. ജ്ഞാനസുഖം എന്നും പറയാറുണ്ട്, ജ്ഞാനവും സുഖവും എന്നും പറയാറുണ്ട്. 2 രീതിയിലും എടുക്കാം. അപ്പോൾ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കേണ്ടത് ജ്ഞാനവും സുഖവും. ഈ ജ്ഞാനം എന്നാൽ എന്താണ്, സുഖം എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം? ജ്ഞാനശബ്ദം കൊണ്ട്, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുടെ ഒരു രൂപമാണ്, ബുദ്ധിയുടെ പ്രായോഗിക രൂപം എന്ന് പറയാം. ബുദ്ധിക്കേക്കാളും വ്യത്യാസമുണ്ട് ജ്ഞാനത്തിന്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുടെ ഒരു ഹയർ ക്വാളിറ്റി എന്ന് പറയാം. വെറും ബുദ്ധി എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ കാണാതെ പഠിച്ചുകൊണ്ട് വരും, അതല്ല ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, ബുദ്ധിയുടെ ഒരു പ്രത്യേക രൂപമാണ് ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ജ്ഞാനം എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ജ്ഞാനസ്വരൂപനാണ് വ്യാഴം, ജ്ഞാനത്തിന്റെ ആളാണ്. വ്യാഴം കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ബലവാനായി നിന്ന് കഴിഞ്ഞാൽ നല്ല ബുദ്ധിയും ജ്ഞാനവും ബുദ്ധിയും ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവും എന്നർത്ഥം. വ്യാഴം മറയരുത്. അതുകൊണ്ടായിരിക്കാം സർവേശ്വര കാരകത്വവും വ്യാഴത്തിന് കൊടുത്തത്. വ്യാഴം ബലവാനായി, ബലവും കൂടി വേണം, കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്ന് കഴിഞ്ഞാൽ ജ്ഞാനസുഖം ഉണ്ടാകും, അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടാകും. ബുദ്ധി ജീവേ ജ്ഞാനസുഖം. സുഖം എന്ന് വെച്ചാൽ എന്താണ്? സുഖം അതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം? അപ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധി സാമർഥ്യത്തിന് വ്യാഴത്തെ കൊണ്ട് ബുധനെ കൊണ്ട് ബുദ്ധിയെ ചിന്തിക്കാം. ജീവേ ജ്ഞാനസുഖേ, ജ്ഞാനവും സുഖവും വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. വ്യാഴം കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ബലവാനായി നിന്നു കഴിഞ്ഞാൽ ജ്ഞാനവും സുഖവും ഉണ്ടാകും. ജ്ഞാനം എന്നത് ബുദ്ധിയെ ഉദ്ദേശിക്കുന്നു. സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം? എന്തൊക്കെ സുഖം? സുഖം കൊണ്ട് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ധനത്തെയാണ്. വ്യാഴത്തിന് ധനത്തിന്റെ കാരകത്വം ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ സുഖം വേണമെങ്കിൽ തീർച്ചയായിട്ടും ധനമില്ലാതെ പറ്റൂല. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, ആത്മീയ സുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് സുഖം വരില്ല. സുഖത്തിന് നമ്മൾ എന്തൊക്കെ വാചകം അടിച്ചാലും സുഖത്തിന് ഒരു പ്രധാന കണ്ണി ധനം തന്നെയാണ്. അത് കഴിഞ്ഞ് പുത്രസമ്പത്ത്. സാധാ ആൾക്കാർ പറയാറുണ്ട്, കൂടുതലും ബ്രാഹ്മൺസൊക്കെ പറയാറുണ്ടോ, ഉണ്ണി പിറന്നു എന്ന് പറയും. ഉണ്ണി പിറന്നു. ഒരാൺകുട്ടി പറയുന്നെങ്കിൽ ഉണ്ണി പിറന്നു എന്ന് പറയും. അപ്പോൾ പുത്രസമ്പത്ത്, ഉണ്ണിയാകാം, ചില ഒരു പെൺകുട്ടിയെ താല്പര്യപ്പെടുന്നവരുണ്ട്. സന്താനത്തിന്റെ കാരകത്വം വ്യാഴത്തിനുണ്ട്. അപ്പോൾ സുഖേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനസുഖമാകാം, പുത്രസമ്പത്താകാം, പിന്നെ ദേഹവും ആരോഗ്യവും ഒക്കെ വരാം. ആരോഗ്യം ബുദ്ധി മാത്രമല്ല, ബുദ്ധി വരാം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി. സുഖം എന്ന് പറഞ്ഞാൽ പുത്രസമ്പത്ത് വരാം, ധനസമ്പത്ത് വരാം, ആരോഗ്യം വരാം. ദേഹപുഷ്ടി, ആരോഗ്യം, ഇതൊക്കെ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ദേഹപുഷ്ടി, ആരോഗ്യമൊക്കെ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ഇപ്പൊ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീര സുഖമില്ലെങ്കിൽ ഒരാൾക്ക് സുഖം എന്ന് പറയാൻ പറ്റുമോ? കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കടുത്ത ഷുഗർ കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ബുദ്ധിമുട്ടുണ്ട്, അതല്ലെങ്കിൽ ഹാർട്ട് പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ വാദത്തിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കണ്ണ് കാണാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
അപ്പോൾ ആ വ്യക്തിക്ക് സുഖമുണ്ടെന്ന് പറയാൻ പറ്റുമോ? സന്താന ലപ്തിയില്ല, സുഖമുണ്ടെന്ന് പറയാൻ പറ്റുമോ? കുടുംബജീവിതം തകരാറ്, സുഖമുണ്ടെന്ന് പറയാൻ പറ്റുമോ? കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട്, ജപ്തി ചെയ്യാൻ വേണ്ടി സർക്കാർ നിൽക്കുകയാണ്, ധനമില്ലാതെ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം സുഖത്തിൽ വരുന്നതാണ്. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനസമ്പത്ത് സംബന്ധിക്കുന്നതാകാം, പുത്രസമ്പത്താകാം, കുടുംബ ജീവിതമാകാം, പിന്നെ ശരീരസുഖം, ആരോഗ്യം, രോഗമില്ലാത്ത ആരോഗ്യാവസ്ഥയെ പറയാം. ഇതെല്ലാം ദേഹപുഷ്ടി, ആരോഗ്യം, ബുദ്ധി, പുത്രൻ, ഇതെല്ലാം വ്യാഴത്തെ കൊണ്ട് പറയാം. ഇങ്ങനെയാണ് അത് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഒരു വാക്ക് പറയുന്നതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. പുത്രസമ്പത്ത് വ്യാഴത്തെ കൊണ്ട് പുത്രനെ പറയാം. പുത്രൻ വെച്ചാൽ പുത്രനും പുത്രിയൊക്കെ വരും. നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ പുല്ലിംഗ ശബ്ദത്തിൽ പറയും, സ്ത്രീലിംഗ ശബ്ദത്തിലും എടുക്കാം. അപ്പോൾ ജീവേ ജ്ഞാനസുഖേ, ജ്ഞാനവും സുഖവും വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ജ്ഞാനം എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു ഉന്നത രൂപമാണ്. ബുദ്ധി മാത്രമല്ല, ജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കാര്യം പിടി കിട്ടി കഴിഞ്ഞു. ബുദ്ധിയുടെ ഒരു ഉയർന്ന തരത്തിലുള്ള ബുദ്ധിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സുഖം എന്ന് പറയുന്നത് ധനം കൊണ്ടുള്ള സുഖം, പുത്രസമ്പത്ത് കൊണ്ടുള്ള സുഖം, ആരോഗ്യം കൊണ്ടുള്ള സുഖം, പിന്നെ വേറെ എന്തൊക്കെ? പുത്രസമ്പത്ത്, ആരോഗ്യം, ധനം, ഇതൊക്കെ കൊണ്ടുള്ള സുഖമാണ് പറയുന്നത്. പുത്രസമ്പത്ത്, ബുദ്ധി, ജ്ഞാനം, ഇതെല്ലാം വ്യാഴത്തെ കൊണ്ട് പറയാം. അപ്പോൾ ജീവേ ജ്ഞാനസുഖേ, നമ്മൾ 2 പോയിന്റാണ് ഇപ്പൊ പഠിച്ചത്. ഒന്ന്, ഒരു പ്രശ്നത്തിൽ സർവേശ്വര കാരകത്വം വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കണം. പ്രശ്നത്തിൽ വ്യാഴം 6, 8, 12, 3 ഭാവങ്ങളിൽ പോയാൽ ഈശ്വരാനുഗ്രഹം ഇല്ല എന്ന് പറയും. വ്യാഴം അനുകൂലിച്ചാൽ എല്ലാ ദേവന്മാരും അനുകൂലിച്ചുവെന്നും വ്യാഴം അനുകൂലിച്ചില്ലെങ്കിൽ ഒരു ദേവനും അനുകൂലിച്ചില്ല എന്നും കണക്കാക്കുന്നു. ഇതാണ് ഒരു പോയിന്റ്. 2, ജീവേ ജ്ഞാനസുഖേ, ഓരയില് 2-ല് 1-ാമത്തെ പ്രമാണം, 2-ാമത്തെ ചാപ്റ്ററിൽ 1-ാമത്തെ പ്രമാണത്തിൽ വരുന്നതാണ്. വ്യാഴത്തെ കൊണ്ട് ജ്ഞാനവും സുഖവും ചിന്തിക്കാം. ജ്ഞാനം എന്നത് ബുദ്ധിയുടെ ഒരു ഉയർന്ന രൂപമാണ്, ബുദ്ധി പ്രയോഗിക്കുന്ന ഒരു ഉയർന്ന രൂപമാണ്. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനസമ്പത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പുത്രസമ്പത്ത്, പുത്രന്റെ കാരകത്വം വ്യാഴത്തിനാണ്, പുത്രസമ്പത്ത്. അത് കഴിഞ്ഞ് ആരോഗ്യം, ദേഹപുഷ്ടി, ആരോഗ്യം, ഇതെല്ലാം വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ഇനി അങ്ങോട്ട് പോകെ നമുക്കിതിനെ വിശദീകരിച്ച് പഠിക്കാം. ഈ പറഞ്ഞതിന് ഒരുപാട് തെളിവുകൾ വേറെയും ഉണ്ട്. അപ്പൊ 2 പോയിന്റായി. അടുത്തിന് ഗുരുവിന് ബൃഹസ്പതി എന്ന് പറഞ്ഞൊരു പേരുണ്ട്, ദേവഗുരു. ബൃഹസ്പതി എന്ന് പറയുന്നുണ്ട്, ബൃഹസ്പതി, ദേവഗുരു, ബൃഹസ്പതി. വ്യാഴം ബൃഹസ്പതി എന്നറിയപ്പെടുന്നു. ബൃഹസ്പതി അല്ലെങ്കിൽ ദേവഗുരു എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വേദാന്തത്തിന്റെ ഗ്രഹമെന്നും വിജ്ഞാനത്തിന്റെ ഗ്രഹമെന്നും ഒക്കെ അറിയപ്പെടുന്നു. ജ്ഞാനം, നമ്മൾ പറഞ്ഞില്ല, ജ്ഞാനസുഖേ, ജ്ഞാനത്തിന്റെ ഗ്രഹമാണ്. ജീവേ ജ്ഞാനസുഖേ, ജ്ഞാനത്തിന്റെ ഗ്രഹം, വേദാന്തത്തിന്റെ ഗ്രഹം എന്നറിയപ്പെടുന്നു. ബൃഹസ്പതി, ഗുരുവിന് ദേവഗുരു അല്ലെങ്കിൽ വ്യാഴത്തിന് ഗുരു, ദേവഗുരു, ബൃഹസ്പതി എന്നൊക്കെ അറിയപ്പെടുന്നു. ദേവഗുരു എന്നറിയുന്നു, ബൃഹസ്പതി എന്നറിയുന്നു, ഗുരു എന്നറിയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു. വേദാന്തത്തിന്റെ ഗ്രഹം, വിജ്ഞാനത്തിന്റെ ഗ്രഹം. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് പറയേണ്ടതാണ്, നമ്മൾ 8-ാമത്തെ ശ്ലോകം എല്ലാവരും പഠിക്കേണ്ടത്. 8, 9-ാമത്തെ ശ്ലോകം 2-ാമത്തെ ചാപ്റ്ററിൽ. മധു പിങ്ങളതർ ചതുരശ്രതനു പിത്തപ്രകൃതി സവിതാവ് അല്പകജ, ഇത് സൂര്യന്. തനു വൃത്തതനു ബഹുവാതകപ പ്രാജ്ഞ മൃദുവാ ശുഭദൃക്, ഇത് ചന്ദ്രന്. ക്രൂരതിർ തരുണമൂർത്തി ഉദാര സുചപല കൃശമധ്യാക, ഇത് ചൊവ്വയ്ക്ക്. ശ്ലേഷ്ഠവാക് സതത ഹാസ്യരുജ്ഞ പിത്തമാരുത കപ പ്രകൃതി, ഇത് ബുധന്. ഇനി വ്യാഴത്തിന് എന്താണ്? കാരകത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് 8, 9, 10-ാമത്തെ ശ്ലോകം. ബൃഹത്തനു പിങ്ങളമൂർത്തജേക്ഷണ ബൃഹസ്പതി ശ്രേഷ്ഠമതി കപാത്മക.
നമ്മളിപ്പോ പഠിച്ച പോയിന്റ് ഒക്കെ ഇതിനകത്ത് കയറി വരും. ബൃഹത് തനു, പിങ്ങളമൂർത്തജേക്ഷണ, ബൃഹസ്പതി, ശ്രേഷ്ഠമതി, കപാത്മക. ബൃഹത് തനു. ബൃഹത് തനു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബൃഹത് തനു വലിയ ശരീരം. വലിയ ശരീരം. അപ്പോൾ വ്യാഴത്തിന് പറയുന്നത് വലിയ ശരീരം എന്നാണ്. വലിയ ശരീരം ബൃഹത് തനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരൂപം വലിയ വയറും ഉയർന്ന അല്ലെങ്കിൽ ഉയർന്ന മാറിടത്തോടും കൂടിയവനെന്നർത്ഥം. നല്ല വയറുണ്ടാവും, നല്ല മാറിടമൊക്കെ ഉണ്ടാവും. അത് പഠിക്കുന്നത് വ്യാഴത്തിന്റെ 2 രാശിയും പഠിക്കുമ്പോൾ മനസ്സിലാവും, ഭംഗിയ മനസ്സിലാവും. വ്യാഴം പഠിച്ചിട്ട് നമ്മൾ വ്യാഴത്തിന്റെ 2 രാശിയും പഠിക്കുമ്പോൾ ശരീരത്തിന്റെ രൂപം അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അവിടെ നോക്കാം. അത് ഇവിടെ എടുത്തിട്ട് ഓടില്ല, സമയം വെറുതെ പോകും. അപ്പോൾ ബൃഹത് തനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന് പറയുന്ന ആദ്യം പറയുന്നത് ബൃഹത് തനു എന്ന് വെച്ചാൽ വലിയ വയറോട് കൂടിയതും വിരിവുള്ള മാറിടത്തോടും കൂടിയ ശരീരപ്രകൃതം എന്നെടുത്താൽ മതി. നല്ല വലിയ മാറിടവും വലിയ വയറും വിരിവുള്ള വിരിവുള്ള മാറിടത്തോടും കൂടിയ സ്വരൂപം ബൃഹത്തനു. പിങ്ങളമൂർത്തജേക്ഷണ. പിങ്ങള എന്ന് പറഞ്ഞാൽ തലമുടി. മൂർത്താവും ഈക്ഷണവും. തലമുടിയും പിങ്ങള നിറമുള്ള തലമുടിയും കണ്ണുകളും തലമുടിയും പിങ്ങള നിറമുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത തലമുടിയും കറുത്ത കണ്ണുകളുമായിരിക്കില്ല. ചെറിയ ചെമ്പിച്ച മുടി എന്ന് നമ്മൾ പറയും. വലിയ ഒരു നല്ല കറുകറായിട്ടുള്ള മുടിയായിരിക്കില്ല, കറുത്ത കണ്ണുമായിരിക്കില്ല. ചെമ്പിച്ച എന്ന് പറയുന്നതാണ് കറക്റ്റ്. നമ്മളെ കൂടത്തെ തിരുവനന്തപുരം ലാംഗ്വേജാണ്. ചെമ്പിച്ച എന്ന് പറഞ്ഞാൽ ഇളം മഞ്ഞ നിറം, ചെറിയ നല്ല കറുപ്പായിരിക്കില്ല, അല്പം മങ്ങിയ കളറായിരിക്കും. പിങ്ങള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, ചെമ്പിന്റെ നിറം. പിങ്ങള മൂർധജേക്ഷണ, മൂർധാവ്, തലമുടിയാണ് ഉദ്ദേശിക്കുന്നത്, തലയല്ല. തലമുടിയും കണ്ണുകളും പിങ്ങള നിറം അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറമുള്ളത്, അല്ലെങ്കിൽ നല്ല കറുപ്പ് അല്ലാത്തത്, കറുകറായിട്ടുള്ള മുടി അല്ലാത്തത്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ വ്യാഴത്തിന്റെ സോഴ്സ് ഉള്ള ആൾക്കാരെല്ലാവരും മുടി ചെമ്പിച്ച് നടക്കണമെന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണ്. പക്ഷെ നല്ല കറുപ്പായിരിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. പിങ്ങള മൂർത്തജേക്ഷണ, പിങ്ങള നിറമുള്ള അല്ലെങ്കിൽ ചെമ്പിച്ച അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറമുള്ള അല്ലെങ്കിൽ തേനിന്റെ നിറമുള്ള കണ്ണുകളും തലമുടിയും ഉള്ളവരായിരിക്കും. ബൃഹസ്പതി ശ്രേഷ്ഠമതി. ഇതാകുന്നു നമ്മൾ ആദ്യം പഠിച്ച പോയിന്റിന്റെ വിശദീകരിച്ചതാകുന്നു. ശ്രേഷ്ഠമതി എന്ന് വെച്ചാൽ എന്താണ്? ശ്രേഷ്ഠമതി നല്ല ബുദ്ധി, ഉയർന്ന ബുദ്ധി, ധർമ്മബുദ്ധി എന്നർത്ഥം. അപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞു ഞാൻ വേദാന്തത്തിന്റെ ഗ്രഹം, വിജ്ഞാനത്തിന്റെ ഗ്രഹം എന്നൊക്കെ പഠിച്ചു. വേദാന്തത്തിന്റെ ഗ്രഹം, വിജ്ഞാനത്തിന്റെ ഗ്രഹം. അപ്പോൾ ശ്രേഷ്ഠമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്വമുള്ള, ധർമ്മബുദ്ധി, നയതന്ത്രജ്ഞൻ, ക്ഷമയോടുകൂടിയവൻ, വേദാന്തത്തെ അറിയുന്നവൻ, ഇങ്ങനെയൊക്കെ പറയാം. വേദത്തെ അറിയുന്നവൻ. വേദം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ സന്മാർഗം, നല്ല മാർഗത്തിലൂടെ നടക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വേദം എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലൂടെ നടക്കാനുള്ള ഒരു വഴി. അപ്പോൾ ശ്രേഷ്ഠമതി എന്ന് പറഞ്ഞാൽ ധർമ്മബുദ്ധി, ധാർമ്മികത്വം ഉള്ളവൻ എന്നൊക്കെ. നയതന്ത്രജ്ഞൻ, ക്ഷമയോടുകൂടിയവൻ, വേദാന്തത്തെ അറിയുന്നവൻ. ക്ഷമയോടുകൂടിയവൻ, വേദാന്തത്തെ അറിയുന്നവൻ, ധർമ്മബുദ്ധി, ശാസ്ത്രത്തെ അറിയുന്നവൻ, നയതന്ത്രജ്ഞൻ, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ബൃഹത്തനു വെച്ചാൽ വലിയ വയറും വിരിവുള്ള മാറിടത്തോടും കൂടിയ ശരീരപ്രകൃതം. പിങ്ങളമൂർത്തജേക്ഷണ, പിങ്ങള നിറമുള്ള അല്ലെങ്കിൽ ചെമ്പിച്ച അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറമുള്ള കണ്ണുകളും തലമുടിയും ഉള്ളവൻ. ശ്രേഷ്ഠമതി, ശ്രേഷ്ഠമായ ഉയർന്ന തരത്തിലുള്ള, ഉയർന്ന ഹൈ റേഞ്ച്, ഉയർന്ന തരത്തിലുള്ള അല്ലെങ്കിൽ
ഉയർന്ന തരത്തിലുള്ള ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉയർന്ന തരത്തിലുള്ള ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിക്ക് 2-4 തരമൊന്നുമില്ല. ധർമ്മബുദ്ധി, നയതന്ത്രജ്ഞൻ, ക്ഷമയോട് കൂടിയവൻ, വേദാന്തത്തെ അറിയുന്നവൻ എന്നർത്ഥം. അടുത്ത് പറയുന്നു കപാത്മക. കപപ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു എന്തോന്നു, തടിച്ച ശരീരം. കപപ്രകൃതി എന്ന് വെച്ചാൽ ശരീരത്തിന് വലിപ്പം കൂടുതലായിരിക്കും. തടിച്ച ശരീരം. കപപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ജലാംശം കൂടുതലായിരിക്കും. തടിച്ച ശരീരപ്രകൃതി, അത്രയേ ഉള്ളൂ. കപാത്മക, കപപ്രകൃതിയോട് കൂടിയവൻ, ദയാശീലൻ, ഇങ്ങനെയൊക്കെ പറയാം. ഇതാണ് വ്യാഴത്തിന്റെ സ്വരൂപം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം വ്യാഴത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ? അപ്പോൾ തുടക്കം പറഞ്ഞത് ഈശ്വരാനുഗ്രഹത്തിന്റെ കാര്യം. അത് കഴിഞ്ഞ് ജ്ഞാനസുഖം, ജ്ഞാനസുഖം പറഞ്ഞു. അത് കഴിഞ്ഞ് ദേവഗുരു, ബൃഹസ്പതി, ഗുരു എന്നൊക്കെ പറയുന്നു. പിന്നെ വ്യാഴം വേദാന്തത്തിന്റെ ഗ്രഹം, വിജ്ഞാനത്തിന്റെ ഗ്രഹം എന്ന് പറഞ്ഞു. ഇപ്പോഴ് പിങ്ങളമൂർത്തി ലക്ഷണ, ബൃഹത് ധനു, പിങ്ങളമൂർത്തി ലക്ഷണ, ശ്രേഷ്ഠമതി, കപാത്മക, അതിനൊക്കെ എക്സ്പാൻഡ് ചെയ്ത് പഠിച്ചു. ഇതുകൊണ്ട് അപ്പോൾ വ്യാഴത്തിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. വ്യാഴം എങ്ങനെയുള്ള ഗ്രഹം? ധനത്തിന്റെ, സമ്പത്തിന്റെ, പുത്രസുഖത്തിന്റെ, പിന്നെ ആരോഗ്യത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. വലിയ ശരീരമാണ്. ജ്ഞാനത്തിന്റെ, ബുദ്ധിയുടെ, സുഖത്തിന്റെ, ഇതിൻ്റെയൊക്കെ ഗ്രഹമാണ്. ഈശ്വരാനുഗ്രഹത്തിന്റെ ഗ്രഹമാണ്. സമർത്ഥമായ ബുദ്ധി, നയതന്ത്രജ്ഞൻ, സമർത്ഥമായ ബുദ്ധി, നയതന്ത്രജ്ഞൻ. പിന്നെ വേറെന്തൊക്കെ പഠിച്ചു? ധർമ്മബുദ്ധി, ക്ഷമയോട് കൂടിയവൻ, ഇങ്ങനെ പഠിച്ചു. ഇതുകൊണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു ശ്ലോകമുണ്ട്. അത് ജാതക ആദേശത്തിൽ നിന്ന് എടുത്തതാണ്. ലക്ഷം ദോഷാൽ ഹന്തി ദേവേന്ദ്ര പൂജ്യൈ കേന്ദ്രം പ്രാപ്തോ എന്ന് പറയും. ഒരു ജാതകത്തിലോ ഒരു പ്രശ്നത്തിലോ വ്യാഴം ബലവാനായി കേന്ദ്രത്തിൽ വന്നാൽ, കേന്ദ്രത്തിൽ തന്നെ വരണമെന്നില്ല, ത്രികോണത്തിൽ വന്നാലും മതി, വ്യാഴം മറയരുത്. കേന്ദ്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വ്യാഴം ബലത്തോടുകൂടി കേന്ദ്രത്തിൽ വന്നാൽ ലക്ഷം ദോഷങ്ങളെ ഹനിപ്പിക്കും എന്ന് പറയുന്നു. ലക്ഷം ദോഷത്തിനെ ഹനിപ്പിക്കാനുള്ള കഴിവ് വ്യാഴത്തിനുണ്ട്. മറ്റു ഒരു ഗ്രഹത്തിനും ഈ പ്രത്യേകതയില്ല. നമ്മൾ നേരെ നോക്കും, പല പല ദുഷിച്ച യോഗങ്ങൾ ഒരു ജാതകത്തില്, ദുര്യോഗങ്ങളൊക്കെ വരും. ഇപ്പൊ ശീതരശ്മി യോഗം, പിന്നെ ഇങ്ങനെയുള്ള മോശപ്പെട്ട യോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടന്ന് പോകണമെങ്കിൽ, അതായത് ശീതരശ്മി യോഗം, ബാലാരിഷ്ടതകളൊക്കെ ഭയങ്കരമായിട്ട് വരുന്ന ജാതകങ്ങളില് അതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യണമെങ്കിൽ വ്യാഴം ബലവാനായി കേന്ദ്രത്തിൽ നിന്നാൽ മതി. എങ്കിൽ നമ്മൾ പറയും, കുഴപ്പമില്ല, പരിഹരിച്ചു പോകും എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ലക്ഷം ദോഷാൽ സന്ധി ദേവേന്ദ്ര പൂജ്യ, ദേവേന്ദ്ര പൂജ്യ എന്ന് ഉദ്ദേശിക്കുന്ന വ്യാഴത്തെയാണ്. കേന്ദ്രം പ്രാപ്തോ ദൈത്യമന്ത്രി തദർത്ഥം വീര്യോപേതക സോമപുത്ര തദർത്ഥം ചാന്ദ്രം വീര്യം വീര്യബീജം ഗ്രഹാണാം. അവിടെയും ഭയങ്കര ഒരു സന്ദേശവും കൂടി നമുക്കുണ്ട്. വ്യാഴത്തിനോ ബുധനോ ശുക്രനോ ഒക്കെ ബലം വരണമെങ്കിൽ ചന്ദ്രന്റെ ബലം പ്രധാനമാണ്. ചന്ദ്രന് ബലമില്ലാതെ, അത് നമ്മൾ നേരത്തെ ചന്ദ്രനിൽ പഠിച്ചു, ചന്ദ്രന് ബലമില്ലാതെ മറ്റ് ഗ്രഹങ്ങൾക്കൊക്കെ എത്ര ബലമുണ്ടെങ്കിലും ആ ബലം പ്രാവർത്തികമാകാൻ പാടാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇപ്പം പഠിക്കണം, ലക്ഷം ദോഷാൽ ഹന്തി ദേവേന്ദ്ര പൂജ്യൈ കേന്ദ്രം പ്രാപ്തോ. വ്യാഴം ബലവാനായി കേന്ദ്രത്തിൽ നിന്നാൽ ലക്ഷം ദോഷങ്ങളെ ഹനിപ്പിക്കാനുള്ള കഴിവ് ആ വ്യാഴത്തിന് ഉണ്ട്. എന്തോ ഇത്രയൊന്ന് എഴുതാമോ? ഹലോ, ശരി, ആയിക്കോട്ടെ. വ്യാഴം വ്യാഴം
വ്യാഴം, ഗുരു, ദേവഗുരു, ബൃഹസ്പതി എന്നൊക്കെ അറിയപ്പെടുന്നു. വ്യാഴം, ഗുരു, ദേവഗുരു, ബൃഹസ്പതി എന്നൊക്കെ അറിയപ്പെടുന്നു. ഏതൊരു പ്രശ്നം വയ്ക്കുമ്പോഴും ആദ്യം നോക്കുന്നത് ഈശ്വരാനുഗ്രഹമാണ്. ഒരു പ്രശ്നത്തിൽ വ്യാഴം 6, 8, 12, 3 പോയാൽ ഈശ്വരാനുഗ്രഹം ഇല്ല എന്ന് പറയും. ഈശ്വരാനുഗ്രഹം ഇല്ല എന്ന് പറയും. സാറ് 6, 8, 12, 3 അല്ലേ സാർ? മൂന്നും നല്ലതല്ല. 3 മീഡിയം ആയിട്ടാണ് എടുക്കാറുള്ളത്. ശുഭവുമല്ല അശുഭവുമല്ല എന്നുള്ള രീതിയിലാണ്. എന്നാലും 3 നല്ലതല്ല. ഈശ്വരാനുഗ്രഹം ഇല്ല എന്ന് പറയുന്നു. വ്യാഴം അനുകൂലിച്ചാൽ എല്ലാ ദേവന്മാരും അനുകൂലിച്ചു എന്നും വ്യാഴം അനുകൂലിച്ചാൽ എല്ലാ ദേവന്മാരും അനുകൂലിച്ചു എന്നും വ്യാഴം അനുകൂലിച്ചില്ലെങ്കിൽ ദേവന്മാരാരും തന്നെ അനുകൂലിച്ചില്ല എന്നും കണക്കാക്കുന്നു. വ്യാഴം അനുകൂലിച്ചില്ലെങ്കിൽ ദേവന്മാരാരും തന്നെ അനുകൂലിച്ചില്ല എന്നും കണക്കാക്കുന്നു. അടുത്ത ലൈനിൽ ജീവേ ജ്ഞാനസുഖേ സൈഡില് മാർജിനില് പോരാ 2-ൽ 1. അതിൽ രണ്ടാമത്തെ ലൈനാണെന്ന് തോന്നുന്നു. 2-ൽ 1 രണ്ടാമത്തെ ലൈൻ. വ്യാഴം ജ്ഞാനത്തിന്റെ ഗ്രഹമാണ്. ജ്ഞാനത്തിന്റെയും സുഖത്തിന്റെയും ഗ്രഹമാണ്. ജ്ഞാനം എന്നാൽ ബുദ്ധി അല്ലെങ്കിൽ എല്ലാം അറിയുന്നത് എന്നർത്ഥം. അല്ലെങ്കിൽ എല്ലാം അറിയുക എന്നുള്ളതാണ്. ജ്ഞാനം എന്നത് ബുദ്ധി അല്ലെങ്കിൽ എല്ലാം അറിയുന്നത് എന്നർത്ഥം. സുഖം എന്നത് ധനപരമായ നേട്ടങ്ങൾ കൊണ്ടും
ധനപരമായ നേട്ടങ്ങൾ കൊണ്ടും ധനപരമായ നേട്ടങ്ങൾ കൊണ്ടും പുത്രസമ്പത്ത് കൊണ്ടും ആരോഗ്യം, ശരീരസുഖം എന്നിവ കൊണ്ടും ഉണ്ടാകുന്നതാണ്. ആരോഗ്യം, ശരീരസുഖം എന്നിവ കൊണ്ടും ഉണ്ടാകുന്നതാണ്. ശരീരസുഖം എന്നിവ കൊണ്ട് ഉണ്ടാകുന്നത്. അടുത്തിനി സൈഡിൽ എഴുതിക്കൊണ്ടു. കോരയില് 2-ല് 10. 2-ല് 10 ബൃഹത്തനു. ആ ശ്ലോകം ഒന്ന് എഴുതിയാലേ പറ്റുള്ളൂ. ഈ ശ്ലോകം പഠിക്കണം. ബൃഹത്തനു. ബൃഹ ഇത്ത നു 2 കുത്തിടണം. ബൃഹത്തനു പിങ്ങള മൂർത്തജേക്ഷണ. പിങ്ങള മൂർത്തജേക്ഷണ. പിങ്ങള മൂർത്തജേക്ഷണോ. നായല്ലെണ്ണോ. പിങ്ങള മൂർത്തജേക്ഷണോ. അടുത്ത വരിയില് ബൃഹസ്പതി ശ്രേഷ്ഠമതി. ബൃഹസ്പതി 2 കുത്ത്. ശ്രേഷ്ഠമതി 2 കുത്ത്. കപാത്മക 2 കുത്ത്. ബൃഹസ്പതി ശ്രേഷ്ഠമതി കപാത്മക. വ്യാഴം ബലവാനായി ലഗ്നത്തിലോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്നാൽ. വ്യാഴം ബലവാനായി ലഗ്നത്തിലോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്നാൽ തടിച്ച ശരീരപ്രകൃതം ഉണ്ടാകും. തടിച്ച ശരീരപ്രകൃതം ഉണ്ടാകും. അതായത് വലിയ വയറും വിരിവുള്ള മാറിടവും. വലിയ വയറും വിരിവുള്ള മാറിടവുമായ ശരീരപ്രകൃതം. വിരിവുള്ള മാറിടവുമായ ശരീരപ്രകൃതം. ഫുൾ സ്റ്റോപ്പ്. അടുത്ത സെന്റൻസ്. പിങ്ങള നിറമുള്ള അല്ലെങ്കിൽ ചെമ്പിച്ച കണ്ണുകളും തലമുടിയും ഉള്ളവരായിരിക്കും. പിങ്ങള നിറമുള്ള അല്ലെങ്കിൽ ചെമ്പിച്ച തലമുടിയും ശരീരപ്രകൃതവും ഉള്ളവരായിരിക്കും. ശ്രേഷ്ഠമായ ബുദ്ധിസാമർഥ്യവും. ശ്രേഷ്ഠമായ ബുദ്ധിസാമർഥ്യം അല്ലെങ്കിൽ ധർമ്മബുദ്ധി. ധർമ്മബുദ്ധി. നയതന്ത്രജ്ഞൻ
ക്ഷമയോടുകൂടിയവൻ, വേദത്തെ അറിയുന്നവൻ എന്നൊക്കെ പറയാം. വേദത്തെ അറിയുന്നവൻ എന്നൊക്കെ പറയാം. സാർ ഒന്നുകൂടെ പറയോ? അത് എഴുതിയില്ല, ലാസ്റ്റ് ലൈൻ. ഞാൻ മനസ്സിനകത്ത് തോന്നുന്നത് സെന്റൻസ് ഇതുപോലെ വരില്ല. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു കണക്കനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ കയ്യിൽ വേറെ നോട്ട് ഇല്ല, നോട്ട് നോക്കി പറയുന്നില്ല. ഇപ്പോ പറഞ്ഞത് ബൃഹസ്പതി ശ്രേഷ്ഠമതിയെ കുറിച്ചാണ് പറഞ്ഞത്. ബൃഹസ്പതി ശ്രേഷ്ഠമതി, ശ്രേഷ്ഠമായ ബുദ്ധിയോടുകൂടിയവനും, ശ്രേഷ്ഠമായ ബുദ്ധി അല്ലെങ്കിൽ ധർമ്മബുദ്ധി, ശ്രേഷ്ഠമായ ബുദ്ധി അല്ലെങ്കിൽ ധർമ്മബുദ്ധി, നയതന്ത്രജ്ഞൻ, നയതന്ത്രജ്ഞൻ, ക്ഷമയോടുകൂടിയവൻ, വേദത്തെ അറിയുന്നവൻ, വേദത്തെ അറിയുന്നവൻ, ഇതൊക്കെ വ്യാഴം ബലവാനായിരിക്കുന്ന ജാതകന് ഉണ്ടാകും. ഇതൊക്കെ വ്യാഴം ബലവാനായിരിക്കുന്ന ജാതകന് ഉണ്ടാകും. വ്യാഴം ബലവാനായിരിക്കുന്ന ജാതകന് ഉണ്ടാകും. അതുകൊണ്ട് വ്യാഴത്തെ വേദാന്തത്തിന്റെ ഗ്രഹം അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ ഗ്രഹം എന്ന് പറയുന്നു. വേദാന്തത്തിന്റെ ഗ്രഹം അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ ഗ്രഹം എന്ന് പറയുന്നു. അടുത്ത ജാതകത്തിലോ പ്രശ്നത്തിലോ ബലവാനായ വ്യാഴം കേന്ദ്രത്തിൽ വന്നാൽ, ലക്ഷം ദോഷങ്ങളെ ഹനിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാകും. ലക്ഷം ദോഷങ്ങളെ ഹനിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാകും. പ്രത്യേകിച്ചും ഗുരു ബലവാനായി ലഗ്നത്തിൽ വരുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഗുരു ബലവാനായി ലഗ്നത്തിൽ വരുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ലക്ഷം ദോഷാൽ ഹന്തി, ഹന്തി ഹ ഇന്ദി ദേവേന്ദ്ര പൂജ്യൈ കേന്ദ്രം പ്രാപ്തോ. ലക്ഷം ദോഷാൽ ഹന്തി ദേവേന്ദ്ര പൂജ്യൈ കേന്ദ്രം പ്രാപ്തോ.
എന്നതാണ് പ്രമാണം. സൈഡിലിരിക്കണം. ജാതകാദേശം ജാതകാദേശം പ്രമാണം എത്രാമത്തെ പ്രമാണം എന്ന് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. ജാതകാദേശത്തില് 4ലോ 5ലോ വരും. അത് നോക്കി എടുത്തോണ്ടാ മതി. 4 അല്ലെങ്കിൽ 5ാമത്തെ ചാപ്റ്ററിൽ വരും. 5ാമത്തെ ചാപ്റ്ററിൽ 12ാമത്തെ ശ്ലോകം. ജാതകാദേശത്തില് 5ല് 12. ശരി, അടുത്ത് നമ്മുടെ വ്യാഴത്തെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടിക്കഴിഞ്ഞു. കിട്ടിയില്ലേ? നല്ലൊരു ധാരണ കിട്ടിയോ? കിട്ടി സാർ. ഇനി അടുത്ത് വ്യാഴത്തിന്റെ രാശികൾ ഏതൊക്കെയാണ്? ധനുവും മീനും. അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വ്യാഴത്തിന് ധനുവും മീനവും കൊടുത്തിട്ടുള്ളതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ധനു എത്ര? മൂലക്ഷേത്രമല്ലേ? വ്യാഴത്തിന്റെ മൂലക്ഷേത്രം സ്വക്ഷേത്രമല്ലേ ധനു? അങ്ങനെ കൊടുക്കാനുള്ള കാര്യം എന്തെന്നാണ്? എന്തായിരിക്കാം നമ്മളൊരു നിഗമനം? എത്രാമത്തെ രാശി ധനു? 9. മീനം 12. 9 കൊണ്ട് എന്തൊക്കെ ചിന്തിക്കും നമ്മൾ? ഭാഗ്യ, ദയ, പുണ്യ, ധർമ്മ, പുണ്യ, തപസ്താതൻ, സുതാത്മജൻ, ദാനം, ഉപാസന, ശൗശീല്യം, ഗുരു. എല്ലാം ധർമ്മത്തിനെ സൂചിപ്പിക്കുന്ന. നമ്മളിപ്പോ പഠിച്ച സെന്റൻസുകളെല്ലാം കൂടി വായിച്ചു നോക്കുമ്പോൾ വ്യാഴം എന്താണ്? ധാർമ്മികത്വത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ആളാണ്. സുഖത്തിന്റെ, ധാർമ്മികത്വത്തിന്റെ, വിജ്ഞാനത്തിന്റെ, പുത്രസമ്പത്തിന്റെ, ശരീരപുഷ്ടിയുടെ, ആരോഗ്യത്തിന്റെ, തടിച്ച ശരീരത്തിന്റെ, വലിയ വയറും വിരിഞ്ഞ മാറിടവും ഉള്ളത്, ജ്ഞാനത്തിന്റെ, വിജ്ഞാനത്തിന്റെ, ഇതിൻ്റെയൊക്കെ ആളാണ് വ്യാഴം. ലക്ഷം ദോഷത്തിനെ ഹരിപ്പിക്കാനുള്ള കഴിവ്, ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കി തരുന്നത്. ഇങ്ങനെ പടപടാ വരണം. വ്യാഴത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാഴത്തിന് അതിന്റെ ധാർമ്മികത്വമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 9ാം രാശി വ്യാഴത്തിന് കൊടുത്തു. 9 കൊണ്ട് ചിന്തിക്കേണ്ടത് ഭാഗ്യം, ദയ, പുണ്യം, ധർമ്മം, തപസ്, താതൻ, സുതാത്മജൻ, ദാനം, ഉപാസന, നല്ല ഗുണങ്ങള്, ഗുരുത്വം, ഇതൊക്കെ ചിന്തിക്കുന്നത് ഉണ്ട്. അപ്പോൾ ഈ ചിന്തിക്കുന്ന കാലപുരുഷന്റെ 9ാം രാശി വ്യാഴത്തിന് കൊടുത്തു. അടുത്തിന് 12 കൊണ്ട് എന്താണ് ചിന്തിക്കേണ്ടത്? മോക്ഷം. മോക്ഷം. സമുദ്രം നീന്തി കിടക്കുക. സമുദ്രമാണ് അവിടുത്തെ സിമ്പൽ. മോക്ഷമാകുന്ന തിരുക്കുറളിൽ ഒരു കവിതയുണ്ട്. തിരുക്കുറൾ കേട്ടിട്ടുണ്ടോ? തിരുക്കുറൾ കേട്ടിട്ടുണ്ട് തമിഴില്? കേട്ടിട്ടുണ്ട്. ഒരാളുണ്ടല്ലോ തമിഴ് ഉള്ളവർ, കോയമ്പത്തൂർ ഒരാളുണ്ടല്ലോ, ഈ ബാച്ചിൽ തന്നെയത്. നമ്മളെ ബാച്ചിലുണ്ടോ കോയമ്പത്തൂരിൽ നിന്ന് ഒരാൾ? കഴിഞ്ഞ ബാച്ചിലല്ലേ സാറേ? ഈ ബാച്ചിൽ ഇല്ലെന്നു അദ്ദേഹം. ഇല്ല. പിറവി പെരിങ്കടൽ നീന്തുവർ നീന്താർ ഇറൈവനടി ചേരാതാർ എന്ന് പറയും. പിറവി പെരിങ്കടൽ
நீந்துவர், പിറവിപ്പെരിങ്കടൽ നീന്തുവർ, നീന്താതാർ ഇറൈവനടി ചേരാതാർ. ജന്മമാകുന്ന പെരിങ്കടലിന് നീന്തി കരകയറുന്നവരെ മോക്ഷപ്രാപ്തി കിട്ടുള്ളൂ, മറ്റവര് ജീവിതത്തിന്റെ സുഖം അനുഭവിക്കൂല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോഴും നമ്മുടെ ഈ ജന്മമാകുന്നത് സമുദ്രത്തിനോടുകൂടിയാണ്. നമ്മൾ കിടന്ന ജന്മങ്ങൾ എടുക്കുന്ന എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുക്കുമെന്നാണ് പറയുന്നത്. നമ്മളത് കണ്ടിട്ടില്ല. ഈ ജന്മങ്ങളെല്ലാം സമുദ്രത്തിനോട് കൂടിയാണ് അവർ താരതമ്യം ചെയ്യുന്നത്. ഈ ജന്മമാകുന്ന സമുദ്രത്തിന് നീന്തി കിടക്കുന്നവര് മാത്രമേ ഇറൈവനടി ചേരുവാറുണ്ട്. ഇറൈവൻ എന്ന് വെച്ചാൽ ദൈവം, ഈശ്വരൻ. ഈശ്വരന്റെ കാൽപാദങ്ങളിൽ ചെന്ന് ചേരുള്ളൂ, ബാക്കിയുള്ളവർ ചേരൂല എന്നാണ് പറയുന്നത്. അങ്ങനെ മോക്ഷപ്രാപ്തിയെ സൂചിപ്പിക്കുന്ന 12ാം രാശിയും വ്യാഴത്തിന് കൊടുത്തു. സാറേ, ഈ 12ാം ഭാവം മോക്ഷം പറയുന്നുണ്ടോ? പാപം വ്യയം ച പതനം നിരയ, അങ്ങനെയല്ലേ? വ്യയസ്ഥാനല്ലേ? നിരയം എന്ന് വെച്ചാൽ നരകഗതി. നിരയം, നരകഗതി. അത് മോശമായിരുന്നാൽ നരകഗതി, നല്ലതായിരുന്നാൽ മോക്ഷപ്രാപ്തി പറയുന്നുണ്ട്. അങ്ങനെയാണ് ഉദ്ദേശിച്ചെടുക്കേണ്ടത്. സാർ, ഈ വ്യാഴം ധനുവിലാണ്, പക്ഷെ അത് ഈ 3, 6 അങ്ങനെയൊക്കെ ഇത് സ്ഥാനത്താണ് വരുന്നത്. ചിലപ്പോ ഗുണാണോ ഉണ്ടാവല്ല ദോഷമാണ് സാർ? 3, 6 സാറ് പറയല്ലോ വ്യാഴം 3, 6 പ്രശ്നത്തിലാണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു പ്രശ്നത്തിലാണ് അങ്ങനെ വരുന്നത്. പ്രശ്നം താൽക്കാലികമാണ്. ജാതകത്തിൽ വെച്ചിട്ട് നമ്മൾ ഈശ്വരാനുഗ്രഹം ഇല്ല എന്നൊന്നും പറയാൻ പാടില്ല. 3-ൽ വന്നു എന്ന് പറഞ്ഞിട്ട് 6-ൽ വന്നാൽ വ്യാഴം വിശേഷമാണ്. ജാതകത്തിൽ 6-ൽ വന്നാൽ 10-ൽ ദൃഷ്ടി വരും, 2-ൽ ദൃഷ്ടി വരും. 2ഉം 6ഉം 10-നും ഒരു പ്രത്യേകത ഉണ്ട്, പറയാമോ? ഇപ്പൊ അടുത്തെടുക്കാം, അത് എഴുതി വെച്ചിട്ടുണ്ട്. 2, 6, 10-നും ഒരു പ്രത്യേകത ഉണ്ട്. 2 എഡ്യൂക്കേഷൻ, കർമ്മം കൊണ്ട് 2 എഡ്യൂക്കേഷൻ, 6 സർക്കാർ സർവീസ്, 10 പ്രൊഫഷൻ. നല്ല നീറ്റായിരിക്കും സർക്കാർ സർവീസും പ്രൊഫഷനും എഡ്യൂക്കേഷനും ഒക്കെ. നല്ല ധാർമ്മികത്വമുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കും അയാൾക്ക്. ധാർമ്മികത്വത്തോടു കൂടിയ സർക്കാർ സർവീസ് ആയിരിക്കും. നല്ല പ്രൊഫഷൻ ആയിരിക്കും. പണം ഒരുപാട് കിട്ടുമോ കിട്ടൂല, നന്നായിരിക്കും. 2, 6, 10. 2-ൽ നിന്നാൽ 6-ലും 10-ലും ദൃഷ്ടി വരും. 6-ൽ നിന്നാൽ 2-ലും 10-ലും ദൃഷ്ടി വരും. 10-ൽ നിന്നാൽ 2-ലും 6-ലും ദൃഷ്ടി വരും. മാറി മാറി. വ്യാഴത്തിനൊരു പ്രത്യേകതയാണ്. 1-ൽ നിന്നാൽ 5-ലും 9-ലും ദൃഷ്ടി വരും. 5-ൽ നിന്നാൽ 1-ലും 9-ലും ദൃഷ്ടി വരും. 9-ൽ നിന്നാൽ 1-ലും 5-ലും ദൃഷ്ടി വരും. അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. സാറ് വ്യാഴന്റെ കൂടെ ചന്ദ്രൻ, അതായത് കേസരി യോഗം അങ്ങനെ എന്തോ സാറ്? ഉണ്ട്. അത് നമ്മുടെ കേസരി യോഗത്തിൽ പഠിച്ചു. കേസരി യോഗം നല്ലതാണ്, ആയുസ്സിനെയൊക്കെ ദീർഘിപ്പിക്കുക. ചന്ദ്രന്റെ കൂടെ ആര് കൂടിയാലും ആ കൂടുന്ന ഗ്രഹത്തിന് ബലം കൂടും. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഗുരു വ്യാഴം 2, 10-മായി ബന്ധപ്പെട്ടാൽ വ്യാഴത്തിന്റെ ക്ഷേത്രങ്ങള് ധനുവും മീനവും. ധനു 9ാം രാശി, ധർമ്മത്തിന്റെയും ബുദ്ധിയുടെയും ധർമ്മത്തിന്റെയും നീതിബോധത്തിന്റെയും ഉപാസനാക്രമത്തിന്റെയും ഗുരുത്വത്തിന്റെയും പിതാവിന്റെ രാശിയായ 9ാം ഭാവവും മോക്ഷപ്രാപ്തിയുടെ ഭാവമായ 12ാം രാശിയും വ്യാഴത്തിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് അതിന്റെ ധാർമ്മികത്വവും മോക്ഷപ്രാപ്തിയും മനസ്സിലാക്കാം. അതിലേക്കാണ് ഇതെല്ലാം പറഞ്ഞു വന്നത്. നമ്മൾ പഠിക്കുമ്പോൾ കാര്യകാരണ സഹിതം കേട്ട് മനസ്സിലാക്കി വച്ചിരുന്നാൽ അത് ഉപയോഗം ഉണ്ടാവും. ജ്യോതിഷം വെച്ചാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം. ചുമ്മാ എന്തെങ്കിലും കുറെ ഫലം പറഞ്ഞിട്ട് മാത്രം കുറുക്ക് വഴി കൂടി പഠിച്ചുകൊണ്ട് പോകുന്നതല്ല. അതായത് ധാർമ്മികത്വത്തിന്റെയും ദയയുടെയും പുണ്യത്തിന്റെയും തപസ്സിന്റെയും ഭാവമായ 9ാം രാശിയും ബ്രാക്കറ്റിൽ ധനു, മോക്ഷപ്രാപ്തിയുടെ രാശി 12ാം രാശിയും ബ്രാക്കറ്റിൽ മീനം വ്യാഴത്തിന്റെ രാശികളാണ്.
വ്യാഴത്തിന് ഉച്ചം വരുന്നത് കർക്കടകത്തിൽ. വ്യാഴത്തിന് ഉച്ചം കർക്കടകത്തിൽ ഉച്ചം, മകരത്തിൽ നീചം. അത് മകരം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. മകരത്തിൽ നീചം, കർക്കടകത്തിൽ ഉച്ചം, ധനുവും മീനവും, ധനുവിൽ മൂലത്രികോണം, മീനത്തിൽ സ്വക്ഷേത്രം. ഇതാണ് ഇപ്പൊ ഒരു പോയിന്റ് ഇപ്പൊ പഠിച്ചത്. ഇനി വ്യാഴം 2-ൽ വ്യാഴം നിന്നാൽ 6-ലും 10-ലും ദൃഷ്ടി വരും. അതായത് 2 കൊണ്ട് വിദ്യ, 6 കൊണ്ട് സർക്കാർ സർവീസ്, 10 കൊണ്ട് പ്രൊഫഷൻ, തൊഴിൽ. വിദ്യ കൊണ്ടുള്ള തൊഴിൽ കിട്ടാൻ ഇടവരും. ആരോ പറഞ്ഞല്ലോ അവിടെ, ഒരിക്കൽ പറഞ്ഞു, ആരോ പറഞ്ഞു വിദ്യ കൊണ്ടുള്ള തൊഴിൽ. ഇപ്പൊ 2-ാം ഭാവപതി 10-ൽ നിന്നാൽ എന്താണ്, നമുക്ക് എന്ത് പറയാൻ? ഒരു ജാതകം നോക്കിയിട്ട് 2-ാം ഭാവപതി 10-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, എന്ത് പറയാം? അതുമായി ബന്ധപ്പെട്ട വിദ്യ, ജോലി കിട്ടാം. വിദ്യയുമായി ബന്ധപ്പെട്ട തൊഴിൽ കിട്ടും. 2 എന്ന് വെച്ചാൽ വിദ്യയാണ്. വിദ്യയായിട്ട് ബന്ധപ്പെട്ട 10 തൊഴിൽ, വിദ്യയായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ കിട്ടും. ഒരു സൈഡില് ഒരു രാശിചക്രം വരയ്ക്കണം. ചെറുതാ വരച്ചാ, ചെറിയൊരു രാശിചക്രം വരയ്ക്കണം. വൃശ്ചിക ലഗ്നം, ധനുവിൽ വ്യാഴം. വൃശ്ചിക ലഗ്നം, ധനുവിൽ വ്യാഴം. എങ്ങനെയായിരിക്കും പറഞ്ഞു നോക്കണം. ഈ വ്യാഴത്തിന് എവിടെയൊക്കെ ദൃഷ്ടിയുണ്ട്? 6-ലും 10-ലും ദൃഷ്ടിയുണ്ട്. വ്യാഴം നിൽക്കുന്നിടത്ത് 5-ല് ദൃഷ്ടിയില്ലേ? ഉണ്ടോ? 5, 9. 5, 9. 5 ഏത് രാശി? മേടം. 9 ചിങ്ങം. രണ്ടിടം ഓരോ ഇൻറ്റു മാർക്ക് ഇടണം. മേടത്തിലും ചിങ്ങത്തിലും ഓരോ ഇൻറ്റു മാർക്ക് ഇടണം. ഓരോ ഇൻറ്റു മാർക്ക്, ഇൻറ്റു. അപ്പോൾ മേടം ജാതകത്തിൽ എത്രാം ഭാവമായിട്ട് വരും? 6-ാം ഭാവം. 6. ചിങ്ങം എത്രാം ഭാവമായിട്ട് വരും? 9, 10. 10. ലഗ്നം വൃശ്ചികം. വൃശ്ചികത്തിന് ലഗ്നത്തിനാണ് നോക്കേണ്ടത്. ശരിയല്ലേ? 10 തന്നെ. 10. നല്ല ഉഗ്രൻ പ്രൊഫഷനുള്ള ടോപ്പ് ലെവൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരാളാണ്. ടോപ്പ് ലെവൽ എഡ്യൂക്കേഷൻ. 96. ഡേറ്റ് ഓഫ് ബർത്ത് 96 സെപ്റ്റംബർ. വ്യാഴത്തിന് നിൽക്കുന്ന രാശിയിൽ നിന്ന് 5-ലും 9-ലും 7-ലും ദൃഷ്ടിയുണ്ട്. 5-ലും 9-ലും സ്പെഷ്യൽ ദൃഷ്ടിയും, 7-ലും വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് 7-ൽ ദൃഷ്ടിയുണ്ട്. കൂടാതെ 5-ലും 9-ലും സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്. വ്യാഴം 2, 10-മായി ബന്ധപ്പെട്ടാൽ ധർമ്മബോധത്തോടു കൂടിയ ധനം ഉണ്ടാകും. ഇനി ഒരു കാര്യം ചോദിക്കണേ, വ്യക്തമായിട്ട് കേട്ടോളൂ. ഒരാൾക്ക് 10-ൽ നിൽക്കുന്ന വ്യാഴം ഉച്ചം, അപ്പോൾ ധനമൊക്കെ എങ്ങനെ ഇരിക്കും? ധനവും തൊഴിലും എങ്ങനെ ഇരിക്കും? നന്നായിരിക്കും. ഒരാൾക്ക് 10-ല് ഉച്ചം ഭവിച്ച ശനി നിൽക്കുന്നു, എങ്ങനെ ഇരിക്കും? രണ്ടും ഉച്ചമല്ലേ, കുഴപ്പമില്ലല്ലോ. എല്ലാം നഷ്ടപ്പെടും. ശരി, ഒന്ന് വരച്ചെഴുതിക്കണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ചെറുതായിട്ട് 2 രാശിചക്രമാണ്. ഒന്ന് തുലാ ലഗ്നം, കർക്കടകത്തിൽ വ്യാഴം. തുലാ ലഗ്നം, കർക്കടകത്തിൽ വ്യാഴം. അടുത്തത് മകര ലഗ്നം, തുലാത്തിൽ വ്യാഴം. മകര ലഗ്നം, തുലാത്തിൽ വ്യാഴം.
തുലാത്തിൽ വ്യാഴം. ഇതിന്റെ പ്രത്യേകത എന്താണ്? രണ്ടിടത്തിന്റെയും പ്രത്യേകത എന്താണ്? 10 കാണും. രണ്ടിടത്തും 10 നിൽക്കുന്ന, ഒന്നില് 10 വ്യാഴം ഉച്ചം, ഒന്ന് 10 ശനി ഉച്ചം. ശരിയല്ലേ? അതെ. ശരിയനല്ലോ? ഒന്നില് 10 നിൽക്കുന്ന ഗ്രഹത്തിന് ഉച്ചം, അത് ശനി. ഒന്നില് 10 നിൽക്കുന്ന ഗ്രഹത്തിന് ഉച്ചം, അത് വ്യാഴം. രണ്ടുപേരുടെയും തൊഴിലിന്റെ ക്വാളിറ്റി ഒരുപോലെ ഇരിക്കും. ആയിരിക്കില്ല. ഇരിക്കില്ല. ക്വാളിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപോലെ ഇരിക്കുമോ? എല്ലാവരും ഒന്ന് പറയണം. ഇല്ല. കാര്യം എന്താണ്? ഇല്ല, ഇല്ല. നിങ്ങൾ തന്നെ പറയണം. ഇത് ശനിയായത് കാരണം അയാള് ശനിയുടെ സ്വഭാവം കാണിക്കും. വ്യാഴത്തിന്റെ ധാർമ്മികത്വവും ഉയർന്ന ബുദ്ധിയും ഉയർന്ന സ്റ്റാറ്റസും കാണിക്കും. മറ്റത് ശനി അതല്ല, കള്ളത്തരത്തിന്റെ ലക്ഷണമൊക്കെ ഉണ്ടാകും. കൈയിട്ട് വാരുക, കൈക്കൂലി വാങ്ങുക, ഇതൊക്കെ ഉണ്ടാകും. അതാണ് വ്യാഴത്തിന്റെ പ്രത്യേകത. വ്യാഴം 2, 10 ബന്ധപ്പെട്ടാൽ ധർമ്മത്തോടു കൂടിയ ധനം ഉണ്ടാകും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. വ്യാഴം 2 10 ബന്ധപ്പെട്ടാൽ ധർമ്മത്തോടു കൂടിയ ധനം ഉണ്ടാകും. വ്യാഴം ഭണ്ഡാരത്തിന്റെയും കോശസ്ഥലത്തിന്റെയും ഗ്രഹമാണ്. മന്ത്രിയുടെ സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ രാജാവ്, ചന്ദ്രൻ രാജ്ഞി, ചൊവ്വ കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ സർവ്വസൈന്യാധിപൻ, ബുധൻ രാജകുമാരൻ, വ്യാഴവും ശുക്രനും രാജമന്ത്രി. മന്ത്രിയാകുമ്പോൾ അറിയാലോ, ഉപദേശകനാണ്. എല്ലാ അറിവും സാമർഥ്യവും ഉള്ളവനാണ് മന്ത്രി, ഉപദേശകൻ. മന്ത്രിയുടെ സ്ഥാനമാണ് വ്യാഴത്തിന് കൽപ്പിച്ചിട്ടുള്ളത്. ഭണ്ഡാരത്തിന്റെയും ധനസ്ഥാപനങ്ങളുടെയും കാരകത്വം വ്യാഴത്തിനാണ്. ധനസ്ഥാപനങ്ങളുടെയും ധനത്തിന്റെയും കാരകത്വം വ്യാഴത്തിനാണ്. പുത്രന്റെ കാരകത്വം വ്യാഴമാണ്. സ്ത്രീ ജാതകത്തിൽ ഭർത്തൃകാരകത്വം വ്യാഴത്തിനാണ്. മൂത്ത സഹോദരന്റെ കാരകത്വം വ്യാഴത്തിനാണ്. മൂത്ത ജ്യേഷ്ഠന്റെ പഴയ കാലത്ത് സന്താനങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു കാലത്ത് മൂത്ത ജ്യേഷ്ഠനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കും. ഇപ്പോഴതിനൊന്നും ചാൻസ് വളരെ കുറവാണ്. 1 2 ഒക്കെ ഉണ്ടാവുകയുള്ളൂ. മൂത്ത ജ്യേഷ്ഠൻ, സന്താനങ്ങള്, ധനപരമായ ധനകാര്യ സ്ഥാപനങ്ങള്, ധനം, ശ്രീജാതകത്തിൽ ഭർത്താവ്, ഇതൊക്കെ വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. വ്യാഴം 2, 10 ബന്ധപ്പെട്ടാൽ ധർമ്മത്തോടു കൂടിയ ധനം ഉണ്ടാകും. മന്ത്രിയുടെ സ്ഥാനം വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുന്നു. അപ്പോൾ വ്യാഴം 2, 10 വ്യാഴം നിന്നാൽ, 2ലും 10ലും വ്യാഴം നിന്നു കഴിഞ്ഞാൽ ധർമ്മത്തോടു കൂടിയ ധനം ഉണ്ടാകും. വ്യാഴം ഭണ്ഡാരത്തിന്റെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ധനത്തിന്റെയും മന്ത്രിയുടെയും സ്ത്രീജാതകത്തിൽ ഭർത്താവിൻ്റെയും പിന്നെ വേറെ എന്തു പറഞ്ഞ് മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനവും വ്യാഴത്തിന് കൽപ്പിച്ചിട്ടുണ്ട്. വ്യാഴം 2 നിന്നാൽ 6ലും 10ലും ദൃഷ്ടി വരും. വിദ്യ കൊണ്ടുള്ള തൊഴിൽ 2ലും 2ഉം 10ഉം വ്യാഴവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 2ഉം 10ഉം വ്യാഴവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ധർമ്മത്തോടുകൂടിയ ധനം മാത്രമല്ല വിദ്യ കൊണ്ടുള്ള തൊഴിലും ലഭിക്കാനിട വരും. എഴുതാം. 6ലും 10ലും മാത്രമല്ല സാർ, 8ലേക്കും ദൃഷ്ടി വരില്ലേ? ഇവിടെ നിന്നാൽ 8ൽ വരുന്ന ദൃഷ്ടി ഡയറക്റ്റ് ദൃഷ്ടി. 2ൽ നിന്നാൽ 8ൽ വരുന്നത് ഡയറക്റ്റ് ദൃഷ്ടി. അത് എല്ലാത്തിനും കോമൺ. ഇത് സ്പെഷ്യൽ ദൃഷ്ടിയാണ് ഇവിടെ എടുത്തിട്ടത്. 2ൽ നിൽക്കുന്ന ഗ്രഹത്തിന് 8ൽ ദൃഷ്ടിയുണ്ട്. അത് ഡയറക്റ്റ് ദൃഷ്ടി. ബുധനുണ്ട്, ശുക്രനുണ്ട്, സൂര്യന്, ചന്ദ്രന് ഉള്ളതുപോലുള്ള ദൃഷ്ടി. ഇത് സ്പെഷ്യൽ ദൃഷ്ടിയാണ് എടുത്തത്. എഴുതിക്കൊള്ളണം. അടുത്തത് കാലപുരുഷന്റെ 9ാം രാശിയും 12ാം രാശിയും വ്യാഴത്തിന്റെ രാശികളാണ്. കാലപുരുഷന്റെ 9ാം രാശിയും 12ാം രാശിയും വ്യാഴത്തിന്റെ രാശികളാണ്.
ധാർമ്മികത്വം, ദയ, പുണ്യം, തപസ്, ഗുരുത്വം, നല്ല ശീലങ്ങൾ, എന്നിവയാണ് 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഒൻപതാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. മോക്ഷപ്രാപ്തി 12 കൊണ്ട് ചിന്തിക്കണം. മോക്ഷപ്രാപ്തി 12 കൊണ്ട് ചിന്തിക്കണം. ഇവയെ സൂചിപ്പിക്കുന്ന കാലപുരുഷന്റെ 9-ാം രാശിയും 12-ാം രാശിയും വ്യാഴത്തിൻ്റെതാണ്. ഇവയെ സൂചിപ്പിക്കുന്ന 9-ാം രാശിയും 12-ാം രാശിയും വ്യാഴത്തിന്റെ രാശികളാണ്. അതായത് ധനുവും മീനവും. കർക്കടകം വ്യാഴത്തിന് ഉച്ചവും മകരം നീചവുമാണ്. കർക്കടകം വ്യാഴത്തിന് ഉച്ചവും മകരം നീചവുമാണ്. അടുത്ത ലൈനില് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് 5-ലും 9-ലും സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് 5-ലും 9-ലും സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്. അടുത്ത ലൈനിൽ വ്യാഴം 2-ൽ നിന്നാൽ 6-ലും 10-ലും ദൃഷ്ടി വരും. വ്യാഴം 2-ൽ നിന്നാൽ 6-ലും 10-ലും ദൃഷ്ടി വരും. അതായത് 2-ൽ വ്യാഴം നിന്നാൽ വിദ്യ കൊണ്ടുള്ള തൊഴിൽ കിട്ടാനിടവരും. രണ്ടിലും 10-ലും വ്യാഴം നിന്നാൽ ധർമ്മത്തോടു കൂടിയ ധനമുണ്ടാകും. 2-ലും 10-ലും വ്യാഴം നിന്നാൽ ധർമ്മത്തോടു കൂടിയ ധനമുണ്ടാകും. പണ്ടാരം
ഭണ്ഡാരം, ധനകാര്യ സ്ഥാപനങ്ങൾ, ധനം, മൂത്ത സഹോദരൻ, സ്ത്രീജാതകത്തിൽ ഭർത്താവ്, മന്ത്രിയുടെ സ്ഥാനം, ഇവയൊക്കെയും വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ഇനി കുറച്ച് കാരകത്വങ്ങളുണ്ട്, അത് കൂടി ഒന്ന് താഴെ എഴുതിക്കൊള്ളു. സാർ രണ്ടിൽ വ്യാഴം നിന്നാലാണ് സാർ ഈ ജോലി പഠിച്ചതെല്ലാം ലഭിക്കുന്നത്? രണ്ടിൽ നിന്നാൽ 6-ലും 10-ലും ദൃഷ്ടി വരും. 6-ൽ നിന്നാൽ 10-ലും 2-ലും ദൃഷ്ടി വരും. 10-ൽ നിന്നാൽ 2-ലും 6-ലും ദൃഷ്ടി വരും. ഇതിൽ എവിടെ നിന്നാലും മതി. എഴുതിക്കൊള്ളണം, അതും കൂടി എഴുതിക്കൊള്ളണം. അവിടെ അതിന്റെ സൈഡിൽ എഴുതിക്കൊള്ളണം. 2ഉം 10ഉമാണ്. 2, 6, 10 ഇവയിൽ എവിടെ നിന്നാലും 2, 6, 10 ഇവയിൽ എവിടെ നിന്നാലും ഈ 3 ഭാവങ്ങളുമായി വ്യാഴം ബന്ധപ്പെടും. അത് നിങ്ങൾ നോക്കിക്കൊള്ളണം. കുറേയൊക്കെ വർക്ക് ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ. ഈ 3 ഭാവവുമായി വ്യാഴം ബന്ധപ്പെടും. പ്രധാനപ്പെട്ട കാരകത്വം സൈഡ് കെറ്റി. നീചത്തില് ഇപ്പൊ മകരത്തിലൊക്കെ ആണെങ്കിൽ 2-ൽ നിൽക്കുകയും മകരത്തിലാണെങ്കിൽ ഗുണം ചെയ്യില്ലല്ലോ. അത് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ബലവാനായി എന്നുള്ള കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് അടുത്ത സെറ്റിൽ വരും. വ്യാഴത്തിനെ കുറിച്ച്, മകരത്തിലെ വ്യാഴത്തിന്റെ പ്രത്യേകത അടുത്ത സെറ്റിൽ പഠിക്കാം. ബലമില്ലെങ്കിൽ, ബലവും ഇല്ലാതെ വരരുത്, മൗഢ്യവും വരരുത്. മൗഢ്യവും ബലമില്ലാതെ, നീചത്തിൽ വരരുത്, മൗഢ്യവും വരരുത്. കടുത്ത പാപബന്ധം, പാപമധ്യസ്ഥിതി അങ്ങനെയൊന്നും വരരുത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദോഷം തന്നെയാണ്. അത് എല്ലാ ഗ്രഹത്തിനും അങ്ങനെ തന്നെയാണ്. എല്ലാ ഗ്രഹവും പാപമധ്യസ്ഥിതി എന്താണ് സാറേ? അപ്പുറവും ഇപ്പുറവും, ഒരു ഗ്രഹത്തിന്റെ അപ്പുറവും ഇപ്പുറവും പാപന്മാര് നിന്നാൽ പാപമധ്യസ്ഥിതി എന്ന് പറയും. അത് നമുക്ക് പഠിക്കാം, പറഞ്ഞു തരും. ഈ ബാച്ചിൽ തന്നെ പറഞ്ഞു തരും. ഇത്രയും തീർന്നിട്ട് പാവചിന്ത പഠിക്കുമ്പം പഠിക്കാം. പ്രധാനപ്പെട്ട കാരകത്വം സന്താനം. നമ്മളിപ്പോ പഠിച്ചതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു, അത്ര തന്നെ. സന്താനം, ജ്ഞാനം നമ്മൾ പഠിച്ചു. ആചാരാനുഷ്ഠാനങ്ങൾ, ബുദ്ധി, മാഹാത്മ്യം, ആത്മീയത, മോക്ഷപ്രാപ്തി, അല്ലെങ്കിൽ മുക്തി. മോക്ഷപ്രാപ്തി എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മോക്ഷം കിട്ടും എന്ന് പറയുമല്ല. എന്താണ് നമ്മൾ കാണാൻ? ജന്മം ഇല്ലാതിരിക്കുക, പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥ എന്ന് പറയാമോ? പുനർജന്മം കിട്ടാതെ അയാം എവരിവയർ എന്ന് പറയുന്ന അവസ്ഥ. അയാം എവരിവയർ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട്.
ഇനി എനിക്ക് അടുത്ത ജന്മമില്ല, ഇനി ജന്മം എടുക്കണ്ട, ഞാൻ എല്ലായിടത്തും ഉണ്ട്. ഈക്വൽ ടു ഗോഡ് എന്നുള്ള അവസ്ഥ തന്നെയാണ് നമ്മുടെ ഈശ്വര തുല്യരായ വ്യക്തി. ശ്രീ രവിശങ്കർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ലേ അങ്ങനെ പറയുന്നത്? അങ്ങനെയൊക്കെയുള്ളവർക്ക് അങ്ങനെയൊക്കെ ഈ മോക്ഷം കിട്ടിപ്പോകുന്നവർക്ക് പിന്നെ പുനർജന്മമില്ല എന്ന് പറയും. പുനർജന്മമില്ല എന്ന് പറഞ്ഞാൽ അയാം എവരിവെയർ, ഞാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു, പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥ. ബ്രാക്കറ്റിൽ എഴുതിക്കൊണ്ടുണ്ട്. എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. മോക്ഷം, മുക്തി, ബ്രാക്കറ്റിൽ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ സാർ? ഈ ഗുളികൻ എന്ന് സാർ പറയും, ഗുളികൻ ലഗ്നത്തിലോ വേറെ എവിടെയും നിൽക്കുമ്പോ ഈ മുന്നേ മോക്ഷം ശരിക്കും കിട്ടിയില്ല എന്നുള്ള അർത്ഥം അങ്ങനെയുണ്ടോ സാർ? ഗുളികനെ നമ്മൾ ജാതകത്തിൽ നോക്കാറില്ല. അത് ഗുളികൻ എന്ന് വെച്ചാൽ പ്രേത സൂചനയായ ഒരു കാര്യമാണ്. അശുദ്ധി, പ്രേത സൂചന, വാലായ്മ, ഇതിന്റെയൊക്കെ ഗ്രഹം അത് പ്രശ്നത്തിലാണ് വരുന്നത്. ജാതകത്തിൽ കോരയിൽ ഒരിടവും വന്നിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല. പ്രശ്നത്തിൽ പഠിക്കാം. നമ്മൾ പ്രശ്നം പഠിക്കുമ്പോൾ വ്യാഴം ബുധനൊക്കെ പഠിച്ച പോലെ ഗുളികനും പഠിക്കുമോ? ഗുളികനെ പഠിക്കണം. ഗുളികൻ ഈ വ്യാഴം പഠിക്കുമ്പോൾ ഗുളികൻ ഗ്രഹമല്ല, നമ്മൾ ഗ്രഹങ്ങളെ കുറിച്ചേ പഠിക്കുള്ളൂ. ഗുളികൻ ശനിയുടെ അംശമാണ്. ഗുളികൻ വെച്ചാൽ മന്നന്റെ അംശം. അത് പ്രശ്നത്തിലൂടെ നമ്മളൊക്കെ ഇവിടെയാണ് ഗുളികൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഗുളികനൊന്നുമില്ല. കേരളം വിട്ടു കഴിഞ്ഞാലില്ല. ഗുളികനെ കുറിച്ച് പഠിക്കാറുമില്ല. ഇത് ഏതൊക്കെ ബുക്കിൽ പറയുന്നതിനെ ഇങ്ങനെ കൊണ്ടു നടക്കും. മോക്ഷം, മുക്തി, ബ്രാക്കറ്റിൽ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥ. ഇവയൊക്കെ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കണം. അടുത്തെഴുതിക്കൊള്ളും. വിപ്രാതിത ഗുരു ശുക്ര. വിപ്രാതിത ഗുരു ശുക്ര. ഗുരുവും ശുക്രനും ബ്രാഹ്മണ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഗുരുവും ശുക്രനും ബ്രാഹ്മണ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. ബ്രാഹ്മണൻ വെച്ചാൽ എന്താണ്? ബ്രഹ്മജ്ഞാന ദേവതുല്യൻ, ധനം സമ്പാദിക്കാത്തവൻ, സ്വയം സമൂഹത്തിന് അർപ്പിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ പറയാം. നമ്മുടെ വ്യാഖ്യാനമാണ്. എഴുതിക്കൊള്ളും ബ്രാക്കറ്റിൽ. ബ്രാഹ്മണൻ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ദേവതുല്യൻ, ധനം സമ്പാദിക്കാത്തവൻ, സ്വയം സമൂഹത്തിന് അർപ്പിക്കുന്നവൻ. ദേവതുല്യൻ, ധനം സമ്പാദിക്കാത്തവൻ, സ്വയം സമൂഹത്തിന് അർപ്പിക്കുന്നവൻ എന്നർത്ഥം. അടുത്ത് ശ്രദ്ധയുടെ കാരകത്വം വ്യാഴത്തിനാണ്. ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയും. നമ്മളിവിടെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുന്നില്ല. ശ്രദ്ധയുടെ കാരകത്വം വ്യാഴത്തിന്. ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മനസ്സ്, ശരീരം ഇവ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. മനസ്സ്, ശരീരം ഇവ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത കൊണ്ട് തീർത്ഥാടനം, പോസിറ്റീവ് തിങ്കിങ്. തീർത്ഥാടനം, പോസിറ്റീവ് തിങ്കിങ്,
നേർമാർഗത്തിലൂടെ ഉള്ള ചിന്ത, നേർമാർഗത്തിലൂടെ ഉള്ള ചിന്ത. നേർമാർഗത്തിലൂടെ ഉള്ള ചിന്ത. മതപരമായ കാര്യങ്ങൾ, മതസ്ഥാപനങ്ങൾ, മതപരമായ കാര്യങ്ങൾ, മതസ്ഥാപനങ്ങൾ, ഇവയുടെ കാരകത്വവും വ്യാഴത്തിനാണ്. ഇവയുടെ കാരകത്വവും വ്യാഴത്തിനാണ്. ലിവർ, കിഡ്നി, ഡയബറ്റീസ്, പാൻക്രിയാസ് ഗ്രന്ഥി, ലിവർ, കിഡ്നി, ഡയബറ്റീസ്, പാൻക്രിയാസ് ഗ്രന്ഥി, കൊഴുപ്പ്, ഇവയൊക്കെ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ഇവയൊക്കെ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ഇത് പ്രധാനപ്പെട്ട കാരകത്വമാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് സന്താനത്തിന് വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ശ്രദ്ധ എന്ന് വെച്ചാൽ ശരീരവും മനസ്സും ഒരുമിച്ച് ചെയ്യുന്ന ശ്രദ്ധ, നല്ല ശ്രദ്ധയെ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം. ബ്രാഹ്മണൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണ്യം, കർമ്മം കൊണ്ടോ ജന്മം കൊണ്ടോ ഉള്ള പ്രവൃത്തി ചെയ്യുന്നവനൊക്കെ ബ്രാഹ്മണൻ തന്നെ. അതെല്ലാം അതായത് ശ്രേഷ്ഠനായ വ്യക്തികളെയൊക്കെ വ്യാഴം കൊണ്ട് ചിന്തിക്കാം. ശ്രേഷ്ഠനായ വ്യക്തികൾ, നല്ല ധാർമ്മിക ബോധത്തോടുകൂടി ജീവിക്കുന്നവരെ എല്ലാവരെയും വ്യാഴം കൊണ്ട് ചിന്തിക്കാം. സദ്ഗതി അല്ലെങ്കിൽ മോക്ഷം, വ്യാഴം 12 വന്നാൽ മോക്ഷപ്രാപ്തി കിട്ടുമെന്ന് പറയുന്നു. കിട്ടാൻ ചാൻസ് ഉണ്ട്. ആചാര അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ കോശസ്ഥലം, ഭണ്ഡാരം, ധനകാര്യ സ്ഥാപനങ്ങൾ, മൂത്ത സഹോദരൻ. സ്ത്രീ ജാതകത്തിൽ ഭർത്താവിനെ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാം എന്ന് എഴുതിയോ? നമ്മൾ എഴുതിയോ? ഇല്ല, എഴുതി. ഇതൊക്കെ പിന്നെ പിൽഗ്രിമേജ് അല്ലെങ്കിൽ തീർത്ഥാടനം, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ നേർവഴിയിലുള്ള ചിന്തകൾ, പോസിറ്റീവ് തിങ്കിങ്, ഇതെല്ലാം വ്യാഴത്തെ കുറിച്ച്. പിന്നെ അസുഖം വരുന്നത് കിഡ്നി സംബന്ധമായത്, ഡയബറ്റീസ്, ലിവർ, പാൻക്രിയാസ്, കൊഴുപ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വ്യാഴം. തടിച്ച ശരീരം എന്നേ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഇനി തടിച്ച ശരീരം വരുമ്പോൾ തീർച്ചയായിട്ടും കൊഴുപ്പിന്റെ അംശങ്ങളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇനിയാണ് നിങ്ങൾ ചോദിച്ചത്, ഗ്രഹങ്ങൾക്ക് ഓരോ രസങ്ങൾ പറയുന്നില്ലേ, വ്യാഴത്തിന് മധുരമല്ല പറയണം. അപ്പൊ ആ കാര്യങ്ങൾ ചിന്തിക്കൂടെ? അതൊക്കെ ചിന്തിക്കാം. വ്യാഴത്തിന് മധുരം പറയാം. പാല്, പഴത്തിന്റെയൊക്കെ കാരകത്വം വ്യാഴത്തിനാണ്. പാല്, പഴമൊക്കെ വ്യാഴത്തിനെ കൊണ്ട് ചിന്തിക്കാം. മോര്, തൈര്, പാല്, പഴമൊക്കെ വ്യാഴവും ശുക്രനുമാണ്. ഇനി വ്യാഴം 4 വ്യാഴം വന്നാൽ എന്ത് പറയാം? 4 വ്യാഴം വന്നാൽ ജീവേ ദൃഢം മന്ദിരം. അത് നമ്മള് വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 4 വ്യാഴം നിന്നാൽ ദൃഢമായ കെട്ടിടം ഉണ്ടാകുന്നതാണ്. 4 വ്യാഴം വന്നു കഴിഞ്ഞാൽ ദൃഢമായ ഉറപ്പുള്ള കെട്ടിടം ഉണ്ട്. ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 നിലയിലുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവാൻ വരും. ജീവേ ദൃഢം മന്ദിരം. ജീർണം സംസ്കൃതം അർക്കജെ, ശിരിസുതേ ദത്തം, നവം ശീതകവും, കാഷാട്യം ന ദൃഢം ചവവും. ജീവേ ദൃഢം മന്ദിരം എന്ന് പറഞ്ഞുകൊണ്ട് പോവും. അതില് 4 വ്യാഴം വന്നാൽ ദൃഢമായ കെട്ടിടമുണ്ടാകാൻ ഇടവരും. 4 വ്യാഴം വന്നാൽ. പിന്നെ ഇനി ഒന്നാണ്, കർക്കടക ലഗ്നത്തിന് 7ാം ഭാവം ഏത്?
മകരം. കർക്കടക ലഗ്നത്തിന് മകരത്തിൽ വ്യാഴം നിന്നാൽ 2 മാരേജ് നടക്കാൻ ഇടവരും. നല്ലതല്ല. അത് ധാരനാശത്തെ ഉണ്ടാക്കും. കളത്ര നാശത്തെ സൂചിപ്പിക്കുന്നു. അതായത് നമ്മൾ പറയും കേന്ദ്രത്തിൽ വ്യാഴം വന്നാൽ ബെസ്റ്റ് 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 എന്ന് പറയും. കർക്കടക ലഗ്നത്തിന് മകരമാകുമ്പോൾ എത്രാം ഭാവം? 7 ഭാവം നീചം. അപ്പോൾ 7-ാം ഭാവം കേന്ദ്രമല്ലേ? ഏഴാം ഭാവം എന്ന് പറയുന്ന കേന്ദ്രമല്ലേ എന്ന് ചോദിച്ചു. അതാ പറഞ്ഞത്. വ്യാഴം കേന്ദ്ര ലക്ഷം ദോഷാൽ കണ്ടി ദേവേന്ദ്ര പൂജയെ കേന്ദ്രം പ്രാപ്തം എന്ന് പറയുമ്പോൾ വ്യാഴത്തിന് ബലവും കൂടെ വേണം. ബലമില്ലാതെ കേന്ദ്രത്തിൽ നിന്നാൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവും. കർക്കടക ലഗ്നത്തിന് 7 മകരം, അവിടെ വ്യാഴം നിന്നാൽ ധാരനാശം ഉണ്ടാകും. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് നാശത്തെ സൂചിപ്പിക്കുന്നു. ഇത് ജാതകാദേശത്തില് 13-ല് 2-ാമത്തെ പ്രമാണമാണ്. പാപ ഇക്ഷിതോവ യതിബലരഹിത പാപവർഗസ്ഥിതോവ ഉത്രസ്ഥാനാധിപോവ മാന്യരാശീശ്വരോവ മൃതി പവനപതി മാന്യരാശീശ്വരോവ നീചസ്ഥ അമരാഠ്യോ എന്ന് പറയും. നീചസ്ഥ അമരാഠ്യോ. അമരാഠ്യന് നീചം വരുന്ന 7-ൽ വരരുത്. അമരാഠ്യൻ വ്യാഴത്തിന് നീചം ഭവിച്ച് 7-ൽ വരണമെങ്കിൽ കർക്കടക ലഗ്നം. കർക്കടക ലഗ്നത്തിന് 7-ൽ വ്യാഴം വരുന്നത് ധാരനാശത്തെ ഉണ്ടാക്കും. 4-ൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ ദൃഢമായ കെട്ടിടം ഉണ്ടാകാനിട വരും. ഒരു ജാതകത്തില് 4-ൽ വ്യാഴം നല്ല ബലമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം എപ്പോഴും വീട് വയ്ക്കാമെന്ന് ചോദിച്ചാൽ ആ വ്യാഴത്തിന്റെ സമയം വരുമ്പോൾ നല്ല കെട്ടിടം വയ്ക്കാൻ ഇടവരും എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഭർത്താവിന് നാശം വരുന്ന ഭാര്യക്ക് നാശം വരുന്നെങ്കിൽ ശുക്രനായിരിക്കും സാർ നീചത്തില്. അത് പുരുഷനെ വച്ചിട്ടാണ് ആ ശ്ലോകം പറയുന്നത്. പുരുഷനെ വച്ചിട്ടാണ് ആ ശ്ലോകം പറയുന്നത്. സ്ത്രീക്കും പുരുഷനും ബാധകം തന്നെയാണ്. ഇപ്പം പുരുഷനെ സംബന്ധിച്ച് കളത്രകാരകൻ ശുക്രനാണ്. സ്ത്രീക്ക് കളത്രകാരകൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. പക്ഷെ രണ്ടിനും അത് ബാധകം തന്നെയാണ്. സ്ത്രീക്ക് പറയുന്നതും പുരുഷനും യോജിപ്പിക്കാമെന്നുണ്ടെങ്കിൽ യോജിപ്പിക്കുക. നീചഭംഗം നീചത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ട് നീചഭംഗം അനുഭവിക്കുള്ളൂ. ഒരാൾക്ക് 4-ല് ചൊവ്വ നിൽക്കുകയാണ് നീചമെന്ന് കരുതുക. അദ്ദേഹത്തിന്റെ ജന്മഗ്രഹമൊക്കെ നഷ്ടപ്പെട്ട് തുലഞ്ഞു പോയിട്ട് പിന്നെ ഉണ്ടാവും. കർക്കിടക ലഗ്നത്തിൽ ഗുരു നിന്നാൽ എങ്ങനെയായിരിക്കും സാറേ അവസ്ഥ? എങ്ങനെ? കർക്കിടക ലഗ്നത്തിൽ തന്നെ ഗുരു നിന്ന് കഴിഞ്ഞാൽ അവസ്ഥ എങ്ങനെയായിരിക്കും? നന്നായിരിക്കും. 9-ാം ഭാവത്തില് ധർമാധിപതി എവിടെ നിന്നാലും നല്ലതാണ്. ലഗ്നാത് പുത്രകളത്രവേ ശുഭപതി പ്രാപ്തേ. ശുഭപതി കൂടിയാണത്. 9-ാം ഭാവപതിയാണ്, വ്യാഴമാണ്, ഉച്ചമാണ്. കേന്ദ്രത്തില് ത്രികോണനാഥൻ കേന്ദ്രത്തിൽ നിൽക്കുന്നത് രാജയോഗപ്രദം. 9-ാം ഭാവപതി എവിടെ നിന്നാലും നല്ലത്. അത് വ്യാഴമാകുമ്പോൾ അതിനേക്കാളും നല്ലത്. ഉച്ചത്തിൽ നിൽക്കുമ്പോൾ എല്ലാത്തിനേക്കാളും ബെസ്റ്റ്. ഭയങ്കരമായിരിക്കും. കാരണം നമ്മുടെ ആത്മീയ ഗുരുക്കന്മാർക്കൊക്കെ വ്യാഴം മിക്കവാറും ഈ ഒരു അവസ്ഥയായിരിക്കും അല്ലെ? അങ്ങനെ വ്യാഴം അനുകൂലം. അത് ഭാവചിന്ത പഠിക്കുമ്പോൾ പറഞ്ഞു തരാം. ഈ ഉച്ചത്തിലും സ്വക്ഷേത്രത്തിലും ഉപരി ഇവർ നിൽക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ജാതക ചിന്തകൾ നോക്കും. ജാതക അനലൈസിങ്ങിൽ പഠിച്ചാലേ പറ്റുള്ളൂ. ജാതകം അനലൈസ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. നിൽക്കേണ്ട പൊസിഷൻ ഉണ്ട്. ഇന്ന ഭാവങ്ങള് നിൽക്കുന്ന കാരകത്വം അനുസരിച്ച് ഇവർ നിൽക്കുന്ന ഈ ദിഗ്രഹ യോഗം പോലുള്ള യോഗങ്ങള്, ഇതിലൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ സ്ത്രീ ജാതകത്തില് 7-ല് വ്യാഴം ചാരവശാൽ 7-ല് വ്യാഴം വരുമ്പോൾ മാരേജ് നടക്കാൻ ചാൻസ് വരും. ചാരവശാൽ 7-ൽ വ്യാഴം വരുന്ന സമയം മാരേജ് നടക്കാൻ ഇടവരും സ്ത്രീക്ക്. ഇപ്പം ഒരാള്
വൃശ്ചിക ലഗ്നം ഒന്ന് കണക്കാക്കുക. വൃശ്ചിക ലഗ്നമാണെങ്കിൽ ഒരു പെൺകുട്ടി വൃശ്ചിക ലഗ്നം, ഇപ്പോഴും വ്യാഴം എവിടെ നിൽക്കണേ? ഇടവത്തില്. ഇടവം. ഇടവത്തിന് നിൽക്കുമ്പം എത്രയിലായി? 7. മാരേജ് നടക്കാൻ ചാൻസ്, മാരേജ് നടക്കാത്തവർക്ക്, നടന്നവർക്കല്ല, മാരേജ് നടക്കാത്ത ഒരു കുട്ടിക്ക് വൃശ്ചിക ലഗ്നമാണ്, 7 വ്യാഴം സഞ്ചരിക്കണം, ഇപ്പൊ മാരേജ് നടക്കുമെന്ന് പറയാം. ചാരവശാൽ സ്ത്രീ ജാതകത്തിൽ ചാരവശാൽ 7 വ്യാഴം വരുമ്പോൾ വിവാഹം നടക്കാൻ ഇടവരും. ഇത്രയൊന്ന് എഴുതാം. ഒരു ജാതകത്തിൽ 4 വ്യാഴം നിന്നാൽ, ഒരു ജാതകത്തിൽ 4 വ്യാഴം നിന്നാൽ ദൃഢമായ കെട്ടിടമുണ്ടാകും. ദൃഢമായ കെട്ടിടമുണ്ടാകും. ജീവേ ദൃഢം മന്ദിരം. ജീവേ ദൃഢം മന്ദിരം. അടുത്ത ലൈനില് വ്യാഴം നീചം ഭവിച്ച് 7 നിൽക്കുന്നത് വ്യാഴം നീചം ഭവിച്ച് 7 നിൽക്കുന്നത്, അതായത് കർക്കടക ലഗ്നത്തിലും മകരത്തിൽ നിൽക്കുന്ന വ്യാഴം. കർക്കടക ലഗ്നത്തിന് മകരത്തിൽ നിൽക്കുന്ന വ്യാഴം ധാരനാശത്തെ ഉണ്ടാക്കും. ധാരനാശത്തെ ഉണ്ടാക്കും. അതായത് അല്ലെങ്കിൽ 2 വിവാഹം നടക്കാനിടവരും. അല്ലെങ്കിൽ 2 വിവാഹം നടക്കാനിടവരും. ഈ ജാതകത്തിൽ 7 ചാരവശാൽ വ്യാഴം വരുമ്പോൾ, ഈ ജാതകത്തിൽ 7 ചാരവശാൽ വ്യാഴം വരുമ്പോൾ വിവാഹം നടക്കാനിടവരും. വിവാഹം നടക്കാനിടവരും. ഇനി ഓരോ പാപത്തിലും വ്യാഴം നിന്നാലുള്ള ഫലം കൂടി പഠിക്കുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ് തീർക്കാൻ പറ്റുമോ അറിയില്ല. നോക്കാം, പറഞ്ഞു തരാൻ കഴിയുമെങ്കിൽ നോട്ട് എഴുതാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോട്ട് എഴുതാം. ഓരോ പാപത്തിൽ നമ്മൾ സൂര്യൻ എന്തൊക്കെ പഠിച്ചത്? ശൂര സ്തപ്ത വികലനയനോ നിർക്കൃണോ അർക്കതനുസ്തേ മേഷേ സസ്വതിമിരനയന സിംഹ സംസ്ഥയ നിശാന്ത നീജോ അന്ത ശശിഗ്രഹത്തെ ബുദ്ബുദാക്ഷപതംഗേ ഊരിദ്രവ്യോ നിർബഹൃതനോ വക്രരോഗി ദ്വിതീയകേ മതിവിക്രമാൻ സ്ഥിതിയകേ അർക്കേ വിസുഖ പീഡിത മാനസ ചതുർത്ഥേ. ഓർമ്മയുണ്ടോ? ഇങ്ങനെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അതുപോലെ വ്യാഴം ഓരോ ഭാവത്തിലും നിന്നാൽ എങ്ങനെയൊക്കെ പറയും. ഇതില് ഒറ്റ വാക്കിലാണ് പറയുന്നത്, എളുപ്പം പഠിക്കാൻ എളുപ്പം, 2 വരിയേ ഉള്ളൂ. വിദ്വാൻ, സുവാക്യ, കൃപണ, സുഖി, ധീമാൻ, അശത്രു, പിതൃതോ അധികസ്ഥ, നീക, തപസി, സദന, സലാപ, കലൻ, കലസ്റ്റ. അപ്പോൾ ലഗ്നത്തിൽ വ്യാഴം നിന്നാൽ വിദ്വാനായിരിക്കും. വിദ്വാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അറിവും സാമർഥ്യവും എല്ലാം ഒത്തു കിട്ടും. ഇപ്പൊ ഒരാൾ ചോദിച്ചില്ലേ,
കർക്കിടക ലഗ്നത്തില് വ്യാഴം നിന്ന് കഴിഞ്ഞാൽ വിദ്വാനായിരിക്കും. അത് സംശയിക്കണ്ട. 2 നിന്ന് കഴിഞ്ഞാൽ സുവാക്യ, നല്ല വാക്കിന് ഉടമയായിരിക്കും. അത് 2-ാം ഭാവം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? വാക്ക്. അപ്പോൾ വാക്കിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ബാക്കിയൊക്കെ വിട്ടിട്ട് പോയി. ധനം പറയാം, വിദ്യ പറയാം, പറഞ്ഞൂടെ? പറയാം. അവിടെ പറഞ്ഞ സുവാക്യ, നല്ല വാക്കിന് ഉടമയായിരിക്കും. സംസാര ഭാഷ നന്നായിരിക്കും. അതുപോലെ നല്ല ധനത്തിന് ഉടമയായിരിക്കും. നല്ല വിദ്യ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ പറയാം. അതെല്ലാം പറയാം. 3 കൃപണ. കൃപണ എന്ന് പറഞ്ഞാൽ സൽഭാവരഹിതം എന്ന് പറയാം. പലതിലും പല അർത്ഥത്തിലും പറയുന്നുണ്ട്. കൃപണ സൽഭാവരഹിതം, വലിയ ഫാഷനബിളായിരിക്കില്ല എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ പിശുക്കനായിരിക്കും എന്ന് പറയാം. അതാണ് കുറച്ചുകൂടി കറക്റ്റ്. ശുക്രനും വ്യാഴവും ഒക്കെ 3-ാം ഭാവത്തിൽ നിന്നാൽ അല്പ പിശുക്കായിരിക്കും. അങ്ങനെ ആരെയും കണ്ടിട്ടുണ്ടോ? സുഖി 4-ൽ നിന്നാൽ സുഖി. ഇനി 3-ൽ നിന്നാൽ വേറെ എന്തൊക്കെ പറയാം? സഹോദര ഗുണം പറയാം. പരാക്രമമൊക്കെ കുറവായിരിക്കും. ആളുകളെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഒന്നും ഉണ്ടാവില്ല. കാരണം 3 സഹോദര ഭാവം. അപ്പോൾ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ സഹോദരത്തിന് ഗുണം ചെയ്യും. സഹോദര ഗുണം. മൈക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ എക്കോ അടിക്കും. അപ്പോൾ ആദ്യം ലഗ്നത്തിൽ നിന്നാൽ വിദ്വാൻ. ഇത് ഒറ്റ വാക്ക് വെച്ച് ശ്ലോകം പഠിക്കാനാണ് എളുപ്പം. എല്ലാം മലയാള വാക്കുകളാണ്. വിദ്വാൻ. 2-ൽ നിന്നാൽ സുവാക്യ, നല്ല വാക്കിന്റെയും വിദ്യയുടെയും ധനത്തിന്റെയും ഉടമയായിരിക്കും. കൃപണ. കൃപണ വെച്ചാൽ പിശുക്ക്, സൽഭാവരഹിതം, നല്ല സഹോദര ഗുണം എന്നിവയൊക്കെ ഉണ്ടാകും. 4-ൽ നിന്നാൽ സുഖി. 4-ന് പറയാറുള്ള പേരേ സുഖഭാവം എന്നാണ്. 4-ാം ഭാവത്തിന് പറയാറുള്ള പേര് തന്നെ സുഖഭാവം എന്നാണ്. അപ്പോൾ സുഖി എന്ന് പറയുമ്പോൾ നല്ല സുഖലോലുപമായ ജീവിതം. കുറച്ച് നേരത്തെ പഠിച്ചു നമ്മള്. വ്യാഴത്തെ കൊണ്ട് സുഖത്തിനെ ചിന്തിക്കുന്നത് വ്യാഴത്തിനെ കൊണ്ട് ജീവേ ജ്ഞാന സുഖേ എന്ന് പഠിച്ചതേ ഉള്ളൂ. അത് ജ്ഞാന സുഖം കിട്ടണമെങ്കിൽ വ്യാഴം 4-ൽ നിൽക്കണമെന്നാണ് അർത്ഥം. 4-ൽ നിന്നാൽ സുഖമായ ജീവിതം ഉണ്ടാകും. മാതാവിന് നന്നായിരിക്കും. 4-ാം ഭാവം കൂടി ചിന്തിക്കേണ്ടത്. സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ നല്ല രീതിയിലുള്ള സ്വത്തുക്കൾ ഉണ്ടാകും. അമ്മാവന് നല്ലതായിരിക്കും. വാഹനം ഉണ്ടായിരിക്കും. നല്ല വാഹനത്തിന് നല്ല ഭാഗ്യം ഉണ്ടാകും. ഇതെല്ലാം 4-ാം ഭാവം കൂടി ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ നന്നായിരിക്കും. മാതാവ്, മാതുലൻ, വാഹന ഭാഗ്യം, വീട്, സ്ഥാവര സംഗമ സ്വത്തുക്കള്, കട്ടില് കിടക്കുകള്, ഇരിപ്പിടം, പശു മൃഗാദികള് കൊണ്ടുള്ള നേട്ടങ്ങള്, ഇതെല്ലാം ഉണ്ടാവും. അല്ലാതെ സുഖം മാത്രമല്ല. സുഖം എന്ന് പറയുന്നത് ഒരു വാക്കിൽ ഒതുക്കി എല്ലാം പറയാൻ മടിച്ചിട്ട് അതിന് ഓരോ ഭാവത്തിലുള്ള ഓരോ വാക്കിനെ പറഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ചിന്തിച്ചു കൊള്ളണം. അപ്പോൾ സുഖമായ ജീവിതമായിരിക്കും. മാതാവ്, മാതുലൻ എന്നിവർക്ക് ഗുണമുണ്ടാകും. പിന്നെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ആധിപത്യം ഉണ്ടാകും. വീട്, സ്ഥാവര ജംഗമ സ്വത്തുക്കള്, പശു, എരുമ, പോത്ത് തോലുള്ള മൃഗാദികള്, വാഹന ഭാഗ്യം എന്നിവയൊക്കെ ഉണ്ടാകും. 5 ധീമാന്, ബുദ്ധി സാമർഥ്യം. 5 കൊണ്ട് ധീമാൻ എന്ന് വെച്ചാൽ 5 ബുദ്ധിയുടെ ഭാവമാണ്. 5-ന് പറയാനുള്ള ഭാവം തന്നെ ബുദ്ധിയുടെ ഭാവം എന്നാണ് 5 അറിയപ്പെടുന്നത്. അപ്പോൾ ബുദ്ധി, മന്ത്രശക്തി, സുധാത്മജൻ, സന്താനലബ്ധി. 5-ാം ഭാവം കൊണ്ട് പ്രധാന സന്താനമാണ്. സന്താന ലാഭം എന്നിവയൊക്കെ ഉണ്ടാകും. അപ്പോൾ ബുദ്ധി സാമർഥ്യം, സന്താന ഭാഗ്യം, മന്ത്രം, ഇനി വേറെ എന്തെന്ന് പറയുന്നത്? 5-ാം ഭാവം കൊണ്ട് മെന്റൽ ടെൻഷൻ,
5-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. പൂർവ്വപുണ്യം മാനസികതയൊക്കെ നന്നായിരിക്കും, നല്ല മനസ്സിനുടമയായിരിക്കും, പൂർവ്വപുണ്യം ആർക്കോട്ട് ഒരു പാര വയ്ക്കുക എടുക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ലൊരു വ്യക്തിയായിരിക്കും 5-ാം ഭാവം. അപ്പോൾ സന്താന നേട്ടം, 5-ാം ഭാവത്തിൽ വേണമെങ്കിൽ സന്താന നേട്ടം പറയാം. പിന്നെ മനസമാധാനം, മന്ത്രജപം, ബുദ്ധിസാമർഥ്യം. 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട എല്ലാം പറയാം. 6 പറഞ്ഞാൽ അശത്രു, ശത്രുക്കൾ ഇല്ലാത്ത അവസ്ഥ. 6 അതാണ് പറയുന്നത്. 6 ശുഭഗ്രഹങ്ങൾ നിന്നാൽ ശത്രുക്കൾ ഉണ്ടാവൂല, പാപഗ്രഹങ്ങൾ നിന്നാൽ ശത്രുക്കൾ ഉണ്ടാകും. അതാണ് 6ന്റെ ഒരു പ്രത്യേകത. 6 ശുഭന്മാർ നിന്നാൽ ശത്രുക്കൾ ഉണ്ടാവില്ല, അശത്രു എന്നാണ് പറയുന്നത്, ശത്രുവില്ല. 6 ശുഭന്മാർ നിന്നാൽ ശത്രുക്കൾ ഉണ്ടാവില്ല, പാപം നിന്നാൽ ശത്രുക്കൾ ഉണ്ടാകും. പാപം നിന്നാൽ നെഗറ്റീവ് ഫലമല്ലേ പറയുള്ളൂ, അപ്പോൾ ശത്രുക്കൾ ഉണ്ടാകും എന്ന് പറയുന്നു. ഇപ്പൊ ശത്രുക്കളെ സംബന്ധിച്ച് ശത്രുക്കൾ ഉണ്ടാകുന്നതാണ് ദോഷം, ശത്രുക്കൾ ഇല്ല എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോൾ ശുഭന്മാരിൽ നിന്നാൽ ശത്രുക്കൾ ഉണ്ടാവില്ല. സംശയം ഉണ്ടോ അതില്? ഈ കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. പാപഗ്രഹങ്ങൾക്ക് 6 നല്ല സ്ഥാനമാണല്ലോ കേട്ടത്. അത് വന്നിട്ട് ഈ ശത്രുക്കളെ കാര്യത്തിൽ നല്ലതല്ല. അതെന്ത് അങ്ങനെ പറയുന്നെന്ന് ചോദിച്ചാൽ, കേന്ദ്രവും ത്രികോണവും നല്ല ഭാവങ്ങളാണ്, അവിടെ പാപന്മാര് നിൽക്കരുത്. അവരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോൾ പിന്നെ 3, 6, 10, 11 വരുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉപജയസ്ഥാനത്ത് വരണം. ഉപജയസ്ഥാനത്തിന് 3, 6, 10, 11, 11 വരണമെന്നാണ് അങ്ങനെ പറയുന്നത് കൊണ്ടാണ് പറയുന്നത്. അത് ശത്രുക്കളെ സംബന്ധിച്ചുണ്ടാവും. അശത്രു പിതൃതോ അധികശ, പിതാവിനേക്കാൾ 7 നിന്നാൽ പിതാവിനേക്കാൾ കൂടുതൽ നേട്ടം ഉണ്ടാവും, കൂടുതൽ സ്ഥാനം കുടുംബത്തിലുണ്ടാവും. 7 വ്യാഴം നിന്നാൽ കുടുംബത്തിൽ പിതാവിനേക്കാൾ കൂടുതൽ സ്ഥാനം ഉണ്ടാകും. പിതൃതോ അധികശ. നീച 8 നിന്നാൽ നീചത്വമാണ് പറയുന്നത്, നല്ലതല്ല. 8 വ്യാഴം വരികയെ ചെയ്യരുത്, നീച. 9 വന്നാൽ തപസ്സി. 9 കൊണ്ട് തപസ്സിനെ 9 കൊണ്ട് പറയാം. തപസ്സി എന്ന് മാത്രമല്ല, 9-ാം ഭാവം കൊണ്ട് പറയേണ്ട കാര്യം എന്തൊക്കെ നോക്കണം? ഭാഗ്യ, ദയ, പുണ്യ, തപസ്, താതൻ, സുധാത്മനൻ, ദാനം, ഉപാസന, ശൗശീല്യം, ഗുരു. അതിൽ തപസ്സിനെ മാത്രം ഇവിടെ എടുത്തു. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ പൂരിപ്പിച്ചു വന്നു. 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ നന്നായിരിക്കും. സധന 10 നിന്നാൽ നല്ല സധന, നല്ല ധനം ഉണ്ടാകുന്നതാണ്. നല്ല ധനവും കൊല്ലാത്ത ധനവും എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. നല്ല ധനം എന്ന് വെച്ചാൽ ധാർമ്മികത്വമുള്ള ധനം ഉണ്ടാകും. സലാഭ 11 നിന്നാൽ എല്ലാത്തിൻ്റെയും ലാഭം. 12 നിന്നാൽ കലൻ. കലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടൻ എന്നും അർത്ഥമുണ്ട്, സഹകരണമില്ലായ്മ. 12-ൽ വ്യാഴം, 12-ലും 8-ലും വ്യാഴം വരികയെ ചെയ്യരുത്. ആ വ്യക്തി നല്ല വ്യക്തി ആയിരിക്കില്ല, ദോഷം തന്നെയാണ് 8-ലും 12-ലും വ്യാഴം വരുന്നത്. സാർ, 8-ല് വന്നല്ലേ സാർ ആയുസിന് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ, ശരിയാണോ സാർ? ആയുസിന് നല്ലത് 8 വന്നിട്ട് ആയുസിന്റെ ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുന്ന നല്ലത്. പക്ഷെ അതിന് നീച എന്നാണ്, ബാക്കി കാര്യത്തിനൊന്നും നല്ലതല്ല. ആയുസിന് നല്ലതല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 8-ല് വ്യാഴം നല്ലതെന്ന് പറയും. എന്തുകൊണ്ട് പറഞ്ഞു നോക്കണം? ഭർത്താവ് സ്ഥാനം, ആരെങ്കിലും പറഞ്ഞു? ഭർത്തസ്ഥാനം. സ്ത്രീയുടെ 8 കൊണ്ട് ഭർത്താവിന്റെ ആയുസിനെ ചിന്തിക്കാം. അപ്പോൾ 8-ല് വ്യാഴം വന്നാൽ ഭർത്താവിന്റെ ആയുസിന് നല്ലതായിരിക്കും. പഴയ കാലത്ത് സ്ത്രീ എന്ന് പറയുന്നത് വീട്ടില് അടുക്കളപ്പണി ചെയ്യാനുള്ള ഒരു യന്ത്രം മാത്രമാണ്, അങ്ങനെയാണ് കണക്കാക്കി വച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ സ്ത്രീക്ക് ഏറ്റവും പ്രധാനം അവളെ താലിയാണ്. അപ്പൊ താലിക്ക് ബുദ്ധിമുട്ട് വരരുത്. 8-ല് വ്യാഴം നിന്നാൽ ഭർത്താവിന്റെ ആയുസിനെ സേഫായിട്ട് സൂക്ഷിക്കും. ഇന്ന് അതിനെ എടുക്കാൻ പറ്റുമോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് സ്ത്രീ ഏണിംഗ് മെമ്പറാണ് കുടുംബത്തിന്റെ. 8-ല് വ്യാഴം പോണത് നല്ലതാണോ? ഭർത്താവിന്റെ ആയുധനം നോക്കിക്കൊണ്ടിരിക്കുക മാത്രമല്ല അവർക്ക് ജോലി, അവിടെ ഏണിംഗ് മെമ്പറാണ്. വിദ്യാഭ്യാസമുണ്ട്,
തൊഴിൽ ചെയ്യുന്നു, എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് 8-ൽ വ്യാഴം വരുന്നത് സ്ത്രീക്ക് മാത്രമല്ല, പുരുഷനും 8-ൽ വ്യാഴം വരാം. 8-ൽ വ്യാഴം വരുന്നതിന്റെ പ്രത്യേകത അതാണ്. അതുപോലെ 12-ൽ വ്യാഴം വന്നാലും സ്ത്രീക്ക് നല്ലതാണ്. സ്ത്രീക്ക് 12-ൽ വ്യാഴം വന്നാൽ എവിടെ ദൃഷ്ടി വരും? 5 സന്താനം 8-ൽ ദൃഷ്ടി വരും, 12-ന് 9-ലെ ദൃഷ്ടി. 12-ല് സ്ത്രീക്ക് 12-ൽ നിന്ന് കഴിഞ്ഞാൽ 9-ലെ ദൃഷ്ടി വരും. 9 എന്ന് പറയുമ്പോൾ ജാതകത്തിന്റെ 8. കുറച്ച് ഗ്രഹനിലയൊക്കെ ഇട്ട് പഠിക്കണം, പഠിച്ചാലേ പറ്റൂ. അപ്പോൾ വിദ്വാൻ, സുവാക്യ, കൃപണ, സുഖി, ധീമാൻ, അശത്രു, പിതൃത്വാധികശ്ച, നീച, തപസി, സദന, സലാപ, കലശ്ച എന്നൂടി പറയാം. വിദ്വാൻ ലഗ്നത്തിന്, സുവാക്യ നല്ല വാക്കിന്റെയും ധനത്തിന്റെയും വിദ്യയുടെയും സ്ഥാനമാണ് 2. ഇവിടെ വ്യാഴം എന്നാൽ ഇതൊക്കെ ഉണ്ടാവും. 3 കൃപണ സൽഭാവരഹിതം അല്ലെങ്കിൽ പിശുക്ക്, സഹോദര ഗുണം ഇവയൊക്കെ ഉണ്ടാവും. സുഖി സുഖലോലുവായ ജീവിതം, മാതൃഗുണം, മാതുലനുഗുണം, സ്ഥാവര ജംഗമ സ്വത്തുക്കള്, പിന്നെ പശു, പോത്ത് പോലുള്ള മൃഗാദികളെ കൊണ്ടുള്ള ഗുണങ്ങള്, വാഹന സുഖം, ഇതൊക്കെ ഉണ്ടാവും. ധീമാൻ നല്ല 5-ൽ നിന്നാൽ ബുദ്ധി സാമർഥ്യം, സന്താന ഗുണം, മനസമാധാനം ഇവയൊക്കെ ഉണ്ടാകും. 6 അശത്രു, 6-ൽ നിന്നാൽ ശത്രുക്കൾ ഉണ്ടാകില്ല. 7 എന്നാൽ പിതൃത്വ അധിക, പിതാവിനേക്കാൾ പ്രാധാന്യം ഉണ്ടാകും കുടുംബത്തില്. 8-ൽ നിന്നാൽ നീചത്വം, നീചനായിരിക്കും. 9 തപസി, 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട എല്ലാം നല്ലതായിരിക്കും. 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട എന്തൊക്കെ, എന്തോന്നൊക്കെ? ഗുരു, പുണ്യം, തപസ്, തപസ്താത, സുതാത്മനൻ എക്സെട്ര. 10 വന്നിട്ട് സദന, നല്ല ധനമുണ്ടാകും. അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഉള്ള ജോലി കിട്ടും 10-ൽ നിന്ന് കഴിഞ്ഞാൽ. കർമ്മസ്ഥാനം നല്ല ഗംഭീരമായ കർമ്മസ്ഥാനത്തുള്ള ആളായിരിക്കും. നല്ല പ്രതാപശാലിയായ, പ്രതാപത്തിന്റെ സ്ഥാനമാണ്, പ്രതാപം ഉണ്ടാകും. നല്ല അവാർഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും. നല്ല പ്രതാപമുള്ള ജോലി കിട്ടും. ഇതൊക്കെ വരും 10. 11 എല്ലാത്തിൻ്റെ ലാഭം. 12 കലൻ എന്ന് പറഞ്ഞാൽ സഹകരണമില്ലായ്മ, ദുഷ്ടത്തനം, ഇതൊക്കെ 12 കൊണ്ട് ചിന്തിക്കാം. ഇത് അടുത്ത ക്ലാസ്സിൽ എഴുതിയാൽ മതിയോ? മതി. ഇന്നത്തെ സമയം ഒരുപാടായി. അപ്പോൾ ഓർമ്മപ്പെടുത്തണം, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് എഴുതിയിട്ട് നമുക്ക് വ്യാഴത്തിന്റെ 2 രാശികളെയും പഠിക്കണം. ധനുവും മീനും വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ്, നന്നായിട്ട് പഠിക്കണം. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. Good night.